ഏവരും കാത്തിരിക്കുന്ന ആ പ്രൈം ടൈം ചർച്ച, ഇന്ത്യൻ ചരിത്രത്തിലെ ഭീതിതമായ വിഭജനത്തിന്റെ ഉണങ്ങാത്ത മുറിപ്പാടുകൾ. ആ മുറിപ്പാടുകൾ കാട്ടി ഭൂതകാല സംഭവങ്ങളെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തി നമ്മുടെ ശത്രുക്കൾ ഇവരാണെന്ന് ചിലർ ആഘോഷിക്കുമ്പോൾ, ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഭൂരിപക്ഷത്തിന്റെ സ്വത്വം പേറാത്ത മനുഷ്യരെ അപരവത്കരിക്കുന്ന ഭീകരതയെ നമ്മൾ ആഘോഷിക്കണമോ? ഈ നിർണായകമായ ചോദ്യമാണ് ഇന്നിവിടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തിൽ സംവദിക്കാനെത്തുന്നു സമകാലിക മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ശക്തനായ വിമർശകൻ രവിചന്ദ്രൻ സിയുമായി ഈ വിഷയത്തിൽ അദ്ദേഹം സംവദിക്കുന്നു. ഈ ചർച്ചയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ മോഡറേറ്ററായി ശ്രീ ഹരീഷ് തങ്കം എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രീജിത്ത് പണിക്കർ, രവിചന്ദ്രൻ സി ആൻഡ് ഹരീഷ് തങ്കം. വളരെ സമകാലിക പ്രസക്തമായ ഒരു ഡിബേറ്റിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഭീതി ദിവസം അനുസ്മരിക്കണോ? ഈ ചർച്ച, ഈ സംവാദം യഥാർത്ഥത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സംവാദം കൂടിയാണ്. ചരിത്രത്തിന്റെ മുറിപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നീറി പുകയുമ്പോൾ അത് തലമുറകളിലേക്ക് കൂടി പകർന്നു കൊടുക്കണോ വേണ്ടയോ എന്നതാണ്. അതോ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട പ്രത്യേകം ആവശ്യമൊന്നുമില്ല. മലയാളികൾക്കെല്ലാം സുപരിചിതരായിട്ടുള്ള തങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും കേരളത്തിലെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ശ്രീ രവിചന്ദ്രൻ സിയും ശ്രീ ശ്രീജിത്ത് പണിക്കരുമാണ്. നമ്മുടെ ഡിബേറ്റിന്റെ ഒരു രൂപരേഖ ഒന്ന് പറയാം. ആദ്യത്തെ റൗണ്ട് 10 മിനിറ്റ് വിഷയാവതരണമാണ്. പിന്നെ 2, 3, 4 റൗണ്ടുകൾ 10 മിനിറ്റ് വീതം നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദങ്ങളാണ്. 5ാമത്തെ റൗണ്ടിൽ ഉപസംഹാരമാണ്. 5 മിനിറ്റ് ആണ് അതിനു വേണ്ടത്. നമ്മൾ ടോസ് ഇടുകയാണ്. ആരാണ് ആദ്യം സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ടോസ് ഇടുകയാണ്. ഓക്കെ, ടോസ് കിട്ടിയിരിക്കുന്നത് രവിചന്ദ്രൻ സിക്കാണ്. അപ്പൊ അദ്ദേഹം രണ്ടാമത് സംസാരിക്കാനുള്ള ഊഴമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം സംസാരിക്കുവാൻ വേണ്ടി 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിഷയാവതരണത്തിന് വേണ്ടി ശ്രീ ശ്രീജിത്ത് പണിക്കരെ പോഡിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എസൻസ് ഗ്ലോബലിൻ്റെ ഈ ഒരു ഡിബേറ്റിൻ്റെ വിഷയം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഭീതി ദിവസം അനുസ്മരിക്കണോ എന്നാണ് മലയാളത്തിലെ തലക്കെട്ട്. ഷുഡ് വി സെലിബ്രേറ്റ് പാർട്ടീഷൻ ഹൊറേഴ്സ് റിമെമ്പറൻസ് ഡേ എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ തലക്കെട്ട്. അപ്പോൾ ഒരു ടോപ്പിക് ഉണ്ടാകുമ്പോൾ അതിൽ 2 സ്പീക്കർമാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ആ ദിനം അനുസ്മരിക്കണം എന്നും മറ്റേയാൾ അങ്ങനെ വേണ്ട എന്നുമായിരിക്കും പറയുക. പക്ഷേ ഈ ടൈറ്റിലിൽ അതിൻ്റെ മലയാളം തലക്കെട്ടിനോട് ഞാൻ യോജിക്കുകയും ഇംഗ്ലീഷ് തലക്കെട്ടിനോട് ഞാൻ വിയോജിക്കുകയും ചെയ്യുകയാണ്. ഭീതി ദിവസം അനുസ്മരിക്കണം എന്നുള്ളതാണ് എൻ്റെ വാദം. പക്ഷെ വി ഷുഡിൻ സെലിബ്രേറ്റ് ഇറ്റ്. ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമാധി ദിവസം നമ്മൾ ആഘോഷിക്കുകയല്ല, അനുസ്മരിക്കുകയാണ് അഥവാ ആചരിക്കുകയാണ്. സോ ആ ടൈറ്റിൽ ഷുഡ് ബി ഒബ്സർവ് ഓർ ഷുഡ് ബി കമ്മമറേറ്റ് പാർട്ടീഷൻ ഹൊറേഴ്സ് റിമെമ്പറൻസ് ഡേ എന്നതായിരുന്നു കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെ സെലിബ്രേഷൻ എന്നുള്ള വാക്കിനോടുള്ള ഒരു അതൃപ്തി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഞാനിതിൽ എന്തുകൊണ്ട് ഭീതി ദിവസം അല്ലെങ്കിൽ വിഭജന ഭീതി ദിവസം ആചരിക്കണം എന്ന് കരുതുന്നു എന്ന് ചോദിച്ചാൽ, അതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും അഹിംസാ മാർഗത്തിലാണ് എന്നും അതിൻ്റെ ഭാഗമായി
ഒരു തുള്ളി ചോര പോലും ചിന്തിയിട്ടില്ല എന്നുമാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഔദ്യോഗികമായി പഠിച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ധാര മാത്രമായിരുന്നു അഹിംസ. സായുധ സമരം എന്നുള്ള മറ്റൊരു ധാരയുണ്ടായിരുന്നു, വിപ്ലവകാരികളുടെ മറ്റൊരു ധാരയുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ധാരകളുടെ സമ്മേളനമായിരുന്നു സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരു ധാര മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നത് ചരിത്രപരമായിട്ടുള്ള അനീതിയാണ്, നുണയാണ്. സാധാരണ ഒരു സായുധ പോരാട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക, നമ്മൾ ആ സായുധ സമരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ചോര ചിന്തിയിട്ടാണ് നമ്മൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് എന്നാണ്. അങ്ങനെ നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഉദാഹരണത്തിന് ബാറ്റിൽസ് ഓഫ് ഇംഫാൽ ആൻഡ് കൊഹിമ. ഏതാണ്ട് 50-ലധികം വാർ ഹിസ്റ്റോറിയൻസ് ബ്രിട്ടീഷ് മ്യൂസിയം, വാർ മ്യൂസിയം ആവശ്യപ്പെട്ടതിന് ശേഷം നടത്തിയിരുന്ന ഒരു സർവേയിൽ പങ്കെടുത്ത് അവർ പറഞ്ഞത് ബ്രിട്ടൻ നിരവധി യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും അതിൽ ടഫസ്റ്റ് ബാറ്റിൽസ് എന്ന് പറയുന്നത് ബാറ്റിൽസ് ഓഫ് ഇംഫാൽ ആൻഡ് കൊഹിമ ആയിരുന്നു എന്നാണ്. ഓപ്പറേഷൻ യൂഗോ ഒഫൻസീവിൻ്റെ ഭാഗമായി ചലോ ദില്ലി എന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടി ആ ഒരു ഉദ്ഘോഷത്തിൻ്റെ ഭാഗമായി ജപ്പാൻ ആർമിയും INAയും കൂടി ചേർന്നിട്ടാണ് ആ സായുധ പോരാട്ടം നടത്തിയത്. വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ മൺസൂൺ, ഉള്ളിൽ നിന്നുള്ള ചില ചതി, US ഏരിയൽ സപ്പോർട്ട് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയില്ല. INAയുടെ ഏതാണ്ട് 20,000-25,000 ഭടന്മാർ അന്ന് വീരമൃത്യു വരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്, മൊത്തത്തിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്. അപ്പോൾ ആ ചരിത്രത്തിനോട് നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. അപ്പോൾ അഹിംസ മാത്രമല്ല, സായുധ സമരവും ഭഗത് സിംഗിനെ പോലെയുള്ള വിപ്ലവകാരികളുമൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി ശ്രമിച്ചവരാണ്. വീണ്ടും ഈ സായുധ സമരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ മാത്രമാണോ ചോര ചിന്തിയത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയിരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപാണ്, ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് തുടങ്ങി ഒരു മതലഹള ഉണ്ടാകുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് അത് പടർന്നു പിടിക്കുന്നു. അതിൻ്റെ ഭാഗമായി ദീർഘകാലമായി നമ്മൾ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കയ്യിൽ കിട്ടുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും മറ്റു മതവിഭാഗങ്ങളുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ചേർന്ന് നിന്ന് ആ സ്വാതന്ത്ര്യം വാങ്ങുകയായിരുന്നില്ല. മറിച്ച് മതത്തിൻ്റെ പേരിൽ ഈ രാജ്യം രണ്ടാകണം എന്നുള്ള ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിക്കുകയായിരുന്നു. സത്യത്തിൽ അതിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ നിരപരാധികളാണ്. അതിൻ്റെ ഇരയായിരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ നിരപരാധികളാണ്. അങ്ങനെയുള്ള പേരില്ലാത്ത, മുഖമില്ലാത്ത ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ പുറത്തു കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഓർക്കുക, അവരെ സ്മരിക്കുക, അവരുടെ ത്യാഗത്തിനെ നന്ദിയോടെ കാണുക, അവർക്കുണ്ടായിരുന്ന ദുര്യോഗത്തിൽ നമ്മുടെ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യരാശിയും അവരുടെ ആ ജനതയോട് ചെയ്യേണ്ടതാണ്. അതിനെ മറന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ നേടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു ആദ്യ സമയത്ത്, അല്ലെങ്കിൽ ആ 2 നൂറ്റാണ്ടുകളോളം ബ്രിട്ടൻ ആയിരുന്നുവെങ്കിലും പിന്നീട് അവസാനം വരുമ്പോൾ ബ്രിട്ടൻ്റെ തെറ്റായിട്ടുള്ള ചില നിലപാടുകളുടെ പേരിൽ നമ്മുടെ അയൽക്കാരൻ തന്നെ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം ലോകത്തിൽ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇതേപോലെയുള്ള ചേരിതിരിവുകൾ, സംഘർഷങ്ങൾ വർഗീയമായി, വംശീയമായി, ഗോത്ര സ്വഭാവത്തിൽ, മതപരമായി, രാഷ്ട്രീയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹ്യൂമൻ ഡിസ്പ്ലേസ്മെൻറ്റ്, ഏറ്റവും വലിയ മാസ് മൈഗ്രേഷൻ, 2 കോടിയോളം ആൾക്കാരെ ബാധിച്ചിരിക്കുന്ന ഒരു ദുരവസ്ഥ, 20 ലക്ഷം ആൾക്കാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള അനൗദ്യോഗിക കണക്കുകളുള്ള ഒരു മാസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ അത് നടന്നിട്ടേയില്ല എന്ന രീതിയിൽ അതിനെ അനുസ്മരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള അനീതിയാണ്. അതിന് തുല്യമായി ചരിത്രത്തിൽ ഞാൻ കാണുന്ന ഒരേ ഒരു കാര്യം ഹോളോകോസ്റ്റ് ഡിനയലാണ്. ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല, അതങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊന്നും തന്നെ അതിനുവേണ്ടി ആയിരുന്നില്ല എന്ന് പറഞ്ഞ് ഹോളോകോസ്റ്റ് ഡിനയലിൻ്റെ വക്താക്കൾ ഈ ലോകമെമ്പാടുമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ആ വിഭജന ഭീതി ദിനം അനുസ്മരിക്കേണ്ട എന്ന് പറയുന്നത് ഹോളോകോസ്റ്റ് ഡിനയലിന് തുല്യമാണ് എന്ന് ഞാൻ കരുതുന്നത്.
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെ സമരവീര പോരാട്ടങ്ങളെ, ത്യാഗങ്ങളെ ഒക്കെ തന്നെ നമ്മൾ സ്മരിക്കാറുണ്ട്. എല്ലാ ഓഗസ്റ്റ് 15-നും എല്ലാ സ്വാതന്ത്ര്യ സമര ഭടന്മാരെയും സേനാനികളെയും ഒക്കെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ആനയെക്കുറിച്ച് മാത്രം നമ്മൾ പറയാറില്ല. എലഫന്റ് ഇൻ ദ റൂം. ആ എലഫന്റ് ഇൻ ദ റൂമാണ് നമ്മുടെ അന്നുണ്ടായിരുന്ന മതകലാപങ്ങൾ, അതിൻ്റെ പേരിലുണ്ടായിരുന്ന മാസ് മൈഗ്രേഷൻ, ഹ്യൂമൻ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്ഡ് ഡെത്ത്, കൂട്ടക്കൊലകൾ. 75,000 മുതൽ 1.25 ലക്ഷം വരെ സ്ത്രീകൾ മാനഭംഗപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു, ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ. അബോർഷന് വേണ്ടിയിട്ട് കൂണുപോലെ ക്ലിനിക്കുകൾ തുടങ്ങിയിരുന്ന ഒരു കാലം. അങ്ങനെ ഭീതിതമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ കൂടി ആ മനുഷ്യരുടെ കൂടി ചോരയുടെ വില കൊടുത്തിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയത് എന്നുള്ളതാണ് വസ്തുത. ആ എലഫന്റ് ഇൻ ദ റൂമിനെ സംസാരിക്കാതിരിക്കുക, അതിനെപ്പറ്റി നമ്മൾ മിണ്ടാതിരിക്കുക. എന്നിട്ട് ഇവിടെ എല്ലാം ഈ മുറി വളരെ ക്ലീൻ ആണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ അവിടെയുള്ള മാലിന്യങ്ങളെ എല്ലാം ഒരു ചൂലുകൊണ്ട് തൂത്തെടുത്ത് ആ കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് വെച്ചാൽ ആ മുറി ശുചിയാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ചോര കൊണ്ട് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്ന ആൾക്കാരെ സ്മരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനതിനെ പ്രധാനമായി കാണുന്നത് 3 തരത്തിലാണ്. ഒന്ന്, റിഫ്ലക്ഷൻ അഥവാ ആത്മപരിശോധന. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കലാപങ്ങൾ ഉണ്ടായി? എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വിഭജനത്തിനെ തടയാനായിട്ട് സാധിച്ചില്ല? ആരായിരുന്നു അതിൻ്റെ ഉത്തരവാദികൾ? ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള റിഫ്ലക്ഷൻ അഥവാ ആത്മപരിശോധന. 2, അതുമായി ബന്ധപ്പെട്ട ഒരു റിക്കൺസിലിയേഷൻ. ഇനി ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് മതവിഭാഗങ്ങളൊന്നും തമ്മിൽ സ്പർദ്ധയോടുകൂടി കഴിയേണ്ടതല്ല. എന്താണ് പ്രശ്നമുണ്ടായത്? ആ പ്രശ്നത്തിനെ നമുക്ക് മറക്കാം. നമ്മൾ പക്ഷേ അതിനെപ്പറ്റി ഓർത്തിരിക്കുക, ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി, സംഭവങ്ങളെപ്പറ്റി ഓർത്തിരിക്കുക. പക്ഷെ അതുണ്ടാക്കിയിരുന്ന മുറിവിനെ നമ്മൾ മറക്കണമെങ്കിൽ, ആ റിക്കൺസിലിയേഷൻ പൂർത്തിയാകണമെങ്കിൽ, അതിനൊരു ക്ലോഷർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ റിലീജിയസ് ഹാർമണിയോടുകൂടി ഈ കാര്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. 3-മത്തേത് റീകണക്റ്റിംഗ് ആണ്. ആ റീകണക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു റീകമ്മിറ്റ്മെൻ്റ് ആണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി ഇതിനെക്കുറിച്ച് ഉൾപ്പെടുത്തുക, അതിനെക്കുറിച്ച് വരും തലമുറയെ ബോധവാന്മാരാക്കുക. അങ്ങനെ മൊത്തത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇന്ദിരാഗാന്ധി എന്ന ഒരു വ്യക്തിയുടെ മരണം നമുക്ക് രാഷ്ട്രീയ ഏകതാ ദിവസം എന്ന പേരിൽ അനുസ്മരിക്കാമെങ്കിൽ, ഭഗത് സിംഗിൻ്റെയും സുഖ്ദേവിൻ്റെയും രാജ്ഗുരുവിൻ്റെയും 3 പേരുടെ മരണം നമുക്ക് ഷഹീദ് ദിവസമായി ആചരിക്കാമെങ്കിൽ, നിരവധി നൂറുകണക്കിന് പേരും മുഖവുമില്ലാത്ത ആൾക്കാരുടെ മരണം നമുക്ക് ജാലിയൻ വാലാബാഗ് സ്മൃതി ദിനമായി ആചരിക്കാമെങ്കിൽ, 20 ലക്ഷം ആൾക്കാർ മരിച്ച, 2 കോടി ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട, 75,000-ന് മുകളിൽ സ്ത്രീകൾ മാനഭംഗപ്പെട്ട ഒരു ചരിത്ര ദിവസം അനുസ്മരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള അനീതിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള എൻ്റെ വാദം. നന്ദി. താങ്ക് യു സാർ. തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സി രവിചന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഭീതി ദിനം അനുസ്മരിക്കാതിരിക്കുന്നത് ഹോളോകോസ്റ്റ് ഡിനയലിസത്തിന് തുല്യമാണ് എന്നുള്ളൊരു വാദം നമ്മൾ അംഗീകരിച്ചാൽ, കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മൾ ഹോളോകോസ്റ്റ് ഡിനയലിസത്തിലായിരുന്നു എന്നുകൂടി സമ്മതിക്കേണ്ടി വരും. ഭീതി ദിവസം അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള കലാപങ്ങൾ അത് ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും അതിന് ഇരയായവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. അത് പല രീതിയിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ചും ഈ വിഭജനത്തിൻ്റെ ഇരകളായിട്ടുള്ളവരുടെ ബന്ധുക്കൾ, അവരുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകൾ പലതരത്തിൽ ലോക്കലായിട്ട് പഞ്ചാബിലും ഹരിയാന, ഡൽഹി ഈ സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ചരിത്ര സത്യമാണ്. ഇതൊന്നും ഒരു വിഷയമല്ല. 2021 ഓഗസ്റ്റ് 14 ഈ ഭീതി ദിനം അല്ലെങ്കിൽ വിഭജനത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള കലാപങ്ങളും കെടുതികളും രാഷ്ട്രത്തിൻ്റെ സ്മരണയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു തീരുമാനം BJP ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇത് മെമ്മറി പൊളിറ്റിക്സ് ആണ്. ഈ മെമ്മറി പൊളിറ്റിക്സ് ബേസിക്കലി ആദ്യം നോക്കേണ്ടത് ജനസംഘത്തിൻ്റെ കാലഘട്ടത്തിലോ BJP 1980 രൂപീകരിച്ചതിന് ശേഷമോ പലതവണ അധികാരം കിട്ടി. 2014 മോദി സർക്കാർ വന്നു.
2019 വീണ്ടും വന്നു. 2021 ആകുമ്പോഴാണ് വിഭജനത്തിൻ്റെ ഇരകളോട് നീതി ചെയ്യണം അല്ലെങ്കിൽ അവരെ ആദരിക്കണം എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ഈ തീരുമാനം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ഓർക്കുമ്പോൾ നിങ്ങളത് എങ്ങനെ ഓർക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ അതിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അതായത് ആകാശവാണി. അമിത്ഷാ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു, കോൺഗ്രസ് ഡിവൈഡഡ് ഇന്ത്യ. UP മുഖ്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? എനിവേ UK മുഖ്യമന്ത്രി, ഇപ്പം നിലവിലുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പറയുന്നത് കുറേ സ്വാർത്ഥമതികളായിട്ടുള്ള മനുഷ്യർ ചേർന്ന് ഇന്ത്യയെ ഡിവൈഡ് ചെയ്തതാണ്. അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി പ്രതിസ്ഥാനത്ത് വരികയും അവരെ വിസ്തരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ അജണ്ട സെറ്റ് ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. 2, ഇപ്പോൾ ഹോളോകോസ്റ്റിൻ്റെ കാര്യത്തിൽ ലോകമെമ്പാടും ഹോളോകോസ്റ്റ് ആചരിക്കുന്നുണ്ട്. അതിൻ്റെ വില്ലന്മാരും പ്രതിനായകന്മാരും യഥാർത്ഥത്തിൽ ഇന്നില്ല. ആചരിക്കുന്ന ഏറ്റവും കൂടുതൽ ഹോളോകോസ്റ്റിൻ്റെ പ്രഭാവം ഉണ്ടായിട്ടുള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറില്ല, നാസി വിരുദ്ധമാണ് ഇന്ന് ജർമ്മനി. ജൂതർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾക്ക് നഷ്ടപരിഹാരം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്ത്യാനിറ്റി ആകെ തന്നെ അതിൽ ഖേദം ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ഈ പ്രോഗ്രാം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവെക്കുകയാണ്. ക്ഷമിക്കണം, ഒരു ടെക്നിക്കൽ ഇഷ്യൂ മൂലം ഈ പരിപാടി ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവെക്കുകയാണ്. ഹലോ, ഞാൻ സിബി ടോം, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഒരു താൽക്കാലിക ബുദ്ധിമുട്ടോ, ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്നും കൂടി ഒന്ന് പുറത്തിറങ്ങി ചെക്ക് ചെയ്ത് അകത്ത് കയറ്റേണ്ടതുണ്ട്. ഒരു വേറെ പാനിക്കാകാനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരു ഉച്ച കഴിഞ്ഞത്തെ മാഡം വരുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് എല്ലാവരെയും കൂടുതൽ ഫ്രിസ്ക് ചെയ്ത് വീണ്ടും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒന്ന് പരിശോധിച്ച് അകത്ത് കയറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാം ഇവിടെയുള്ള ഒരു ആൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും വന്ന വഴി പുറത്തിറങ്ങിക്കൊള്ളുക. അതിനുശേഷം ചെക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഫ്രണ്ട് ഡോറിൽ കൂടെ തന്നെ അകത്ത് കയറാം. ഈ ജസ്റ്റ് ഇതിനെടുക്കുന്ന ടൈം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു. എല്ലാവരും അവരവരുടെ ബിലോങ്ങിങ്സ് മറ്റേ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കുകയും പുറത്തോട്ട് എടുക്കുകയും ചെയ്യണം. തന്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സി രവിചന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വിഭജന ഭീതി ദിനം അനുസ്മരിക്കാതിരിക്കുന്നത് ഹോളോകോസ്റ്റ് ഡിനയലിന് തുല്യമാണ് എന്നാണ് ശ്രീജിത്ത് ആദ്യം പറഞ്ഞത്. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 75 വർഷമായി നമ്മൾ ഹോളോകോസ്റ്റ് ഡിനയലിസം നടത്തുകയായിരുന്നു സാങ്കേതികമായി. അത്തരത്തിൽ ലളിതവൽക്കരിക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. ഒന്നാമതായി, വിഭജനത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള കലാപം, കൂട്ടക്കൊലകൾ, ബലാത്സംഗങ്ങൾ, കെടുതികൾ, ഇതൊക്കെ നമ്മളുടെ സ്മരണയിൽ, കുറേ പേരുടെയെങ്കിലും സ്മരണയിലുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അനുസ്മരണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്വകാര്യമായും ചില സംഘടനകളുടെയും നേതൃത്വത്തിൽ പണ്ടേ നടന്നു വരുന്നതാണ്. ഇപ്പോൾ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഓഗസ്റ്റ് 14 മുതൽ കേന്ദ്ര ഗവൺമെൻറ് ഇതൊരു സ്റ്റേറ്റ് പ്രോഗ്രാമായിട്ട്, ഒരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതും സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന്. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത്
ഒരു സെലിബ്രേഷൻ തന്നെയാണല്ലോ. അതിന് തൊട്ട് തലേന്ന് നമ്മുടെ വേദനകൾ ഓർക്കുക, റിമെമ്പർ ദ പെയിൻ. ഇത് മെമ്മറി പൊളിറ്റിക്സ് ആണ്. ഈ മെമ്മറി പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവിടെ ചരിത്രം വെപ്പണൈസ് ചെയ്യപ്പെടും, ആയുധവൽക്കരിക്കപ്പെടും. ഇതിന്റെ പ്രസക്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 2019 മോദി ഗവൺമെന്റ് തുടർന്നു. 96 മുതൽ BJPയുടെ ഏതെങ്കിലും ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ട്. 1980 BJP നിലവിൽ വരുന്നു. അതിനു മുന്നേ ജനസംഘമുണ്ട്, അവർക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യമുണ്ട്. ഈ കാലഘട്ടങ്ങളിലെങ്ങും ഇലക്ഷൻ മാനിഫെസ്റ്റോയിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാന മുദ്രാവാക്യങ്ങളിലോ ഒരു കാലത്തും ഈ വിഭജന ഭീതി ദിനം അനുസ്മരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ക്യാമ്പയിൻ BJP നടത്തിയിട്ടില്ല. ഇപ്പോ LK അദ്വാനിയെ പോലെ ഒരു നേതാവ്, അദ്ദേഹം സിന്ധ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വിഭജനത്തിന്റെ ദുരനുഭവങ്ങൾ പേറുന്ന ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അദ്ദേഹം പോലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ടോ സ്ലോഗനായിട്ടോ ഇത് ഉന്നയിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും വളരെ ചെറിയ BJP നേതാക്കൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ പൊതുവായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് 2021 ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, വിഭജനം അനുസ്മരിക്കുന്നതിലോ അല്ലെങ്കിൽ കെടുതികൾ ഓർക്കുന്നതിലോ ചരിത്രം അറിയുന്നതിലോ ചരിത്രം പഠിക്കുന്നതിലോ യാതൊരു തെറ്റുമില്ല. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ വാദം ചരിത്രം അറിയുക, പക്ഷെ ചരിത്രത്തിൽ ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. വർത്തമാനത്തിന്റെ അൾത്താരയിലേക്ക് ഭൂതകാലത്തിന്റെ കെടുതികളും വിഭജനങ്ങളും യാതനകളും വാരിയിടുമ്പോൾ ഉണ്ടാവുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങൾ. കാരണം നമ്മളെല്ലാം ജീവിക്കുന്ന ഈ സമയത്ത് വർത്തമാനകാലം ചിലപ്പോൾ നമ്മളിൽ നിലവിലുള്ള ചില ഫോൾട്ട് പോയിന്റ്സ്, വിഭജന രേഖകൾ വിസ്തൃതമാക്കാൻ സാധ്യതയുണ്ട്, കാലുഷ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹോളോകോസ്റ്റിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഹോളോകോസ്റ്റ് അത് കൂടുതലും നടന്നത് ജർമ്മനിയിലാണ്, ഹിറ്റ്ലറിന്റെ കാലത്താണ്, നാസി ഭീകരതയാണ്. ജൂതന്മാരല്ലാതെ തന്നെ ഒരുപാട് യൂറോപ്യൻ നഗരങ്ങളിൽ, രാജ്യങ്ങളിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് പല കാരണങ്ങളാൽ. പക്ഷേ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിൻ്റെ വില്ലന്മാരും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനായകന്മാരും അവരൊന്നും ഇന്നില്ല. ഹിറ്റ്ലർ ഇല്ല, നാസികളില്ല. ജർമ്മനി പോലും നാസി വിരുദ്ധ നിലപാടിലാണ്, ജൂതർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള നിലപാടിലാണ്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ ഇൻ ദ വെസ്റ്റ് ദേ ഹാവ് ചേഞ്ച് ദെയർ സ്റ്റാൻഡ്സ്. അപ്പോൾ പൊതുവിൽ അവിടെ അങ്ങനെ ഈ ആഘോഷത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അനുസ്മരണത്തിനോ ഒരു പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് ഇത് പൊതുവിൽ ആചരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഹോൾഡമോറിന്റെ കാര്യം പറയാറുണ്ട്, ഹോളോകോസ്റ്റിന്റെ കാര്യം പറയാറുണ്ട്. ഹോൾഡമോർ യഥാർത്ഥത്തിൽ യുക്രൈനിലാണ് ഇപ്പോഴും കാര്യമായിട്ട് ആഘോഷിക്കുന്നത്. സ്റ്റാലിന്റെ കാലത്തുണ്ടായിട്ടുള്ള പട്ടിണി മരണ പരമ്പരയാണത്. അതൊരു ജനോസൈഡ് ആയിട്ടാണ് യുക്രൈൻ ആഘോഷിക്കല്ല അനുസ്മരിക്കുന്നത്. മറ്റു സോവിയറ്റ് റിപ്പബ്ലിക്കുകളൊന്നും അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. റഷ്യ ആണെങ്കിൽ അത് റഷ്യ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ അതിനെ ഡൗൺ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചരിത്ര സംഭവങ്ങൾ ഇല്ല എന്ന് പറയലല്ല, അനുസ്മരിക്കുമ്പോൾ സ്റ്റേറ്റ് പോളിസിയായിട്ട് അനുസ്മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. ആകാശവാണിയുടെ വെബ്സൈറ്റിൽ അമിത്ഷാ പറയുന്നുണ്ട്, ഈ കോൺഗ്രസ്സുകാർ ഇന്ത്യ ഡിവൈഡ് ചെയ്തു. യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി, അദ്ദേഹം 2023 ലക്നൌവിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കുറെ സ്വാർത്ഥമതികൾ ചേർന്നാണ് ഇന്ത്യ ഡിവൈഡ് ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറിയനെ, ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയെങ്കിൽ എത്ര നന്നായനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയും അദ്ദേഹം കൊണ്ടുവെക്കുന്നത് കോൺഗ്രസ് എന്നുള്ള പാർട്ടിയാണ് വിഭജനത്തിന് കാരണം എന്നാണ്. CBSEയുടെ പുതിയ എഡ്യൂക്കേഷണൽ പോളിസി അത് പരിശോധിച്ചു കഴിഞ്ഞാലും ജിന്ന, കോൺഗ്രസ് അതുപോലെയുള്ള കാര്യങ്ങളാണ് വിഭജനത്തിന്റെ കാരണം. വേറെ ആരെയും അതിനകത്ത് പരാമർശിക്കുന്നില്ല. പിന്നെ ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഘോഷിക്കുകയോ അനുസ്മരിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്,
അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നവർ ഇന്ത്യക്ക് പുറത്തായിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ലൈക്ക് ബ്രിട്ടീഷുകാരാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ആഘോഷിക്കാം. അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒരു പോളിസി കാരണമാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അനുസ്മരിക്കാം. പക്ഷേ നമ്മളിത് വാദികളെയും പ്രതികളെയും ഇരകളെയും വേട്ടക്കാരെയും ഉണ്ടാക്കി ഒരു സംഭവം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ, അതും ചരിത്ര സംഭവമാണെങ്കിൽ, ഇന്നത്തെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ വളരെ രസകരമായ കാര്യമാണ്. ഇപ്പോ വിഭജന ഭീതി ദിവസം ആചരിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കുറെ കൂടെ രസകരമായിട്ട് തോന്നും. 1984 സിഖ് കൂട്ടക്കല ആചരിക്കണമോ അനുസ്മരിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് വേണ്ട എന്ന് പറയും. അതിൽ അവർക്ക് ചില റിസർവേഷൻസ് ഉണ്ട്. എന്നാൽ 2002 ഗുജറാത്ത് കലാപം അത് അനുസ്മരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് വളരെ നല്ലതാണ്, ഹലാലാണെന്ന് പറയും. ഞാനിവിടെ BJP എന്നോ പ്രതിപക്ഷമെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. ഓരോരോ ചരിത്ര സംഭവങ്ങൾ തങ്ങളുടെ പൊളിറ്റിക്കൽ മൈലേജിനും തങ്ങളുടെ സാധ്യതകൾക്കും പോഷണമായി തീരുമെന്ന് കണ്ടുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും ഹിസ്റ്ററിയെ റീസൈക്കിൾ ചെയ്തുകൊണ്ടുവരികയാണ്. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നെറ്റായിട്ടുള്ള ഗുണം എന്താണ്? ഒന്ന്, ഇതിന്റെ ഗുണഫലമായിട്ട് പറയുന്നത് എന്താണ്? റിലീജിയസ് അമിറ്റി പ്രോത്സാഹിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ മതപരമായ ഐക്യം ഉണ്ടാവും, രാഷ്ട്രം അഖണ്ഡമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും, ഇനി ഇതൊന്നും ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും, ഇതൊരു പാഠമാവും, ഇതൊരു സന്ദേശമാവും എന്നൊക്കെയാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ പോസിറ്റിവിറ്റിയും അല്ലെങ്കിൽ എല്ലാ പോസിറ്റീവ് ഫലങ്ങളും നമ്മൾ ഒരു തത്വത്തിൽ അംഗീകരിക്കുക. വേദനയും കെടുതിയും ദുരന്തങ്ങളും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഓർത്തും നമ്മളത് ഒഴിവാക്കും. അതിന് ചരിത്രത്തിൽ അങ്ങനെ തെളിവൊന്നുമില്ല, പക്ഷെ നമുക്കൊരു വാദത്തിനായിട്ട് അംഗീകരിക്കാം. കലാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് കലാപങ്ങൾ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ഈ രാവിലത്തെ ഹോമിയോപ്പതി പോലെയാണ്. ലൈക്ക് ക്യൂസ് ലൈക്ക്, ഉഷ്ണേന ശാന്തി എന്നൊക്കെ പറയുന്ന, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അതിനകത്തൊരു പോയിന്റ് പറയാൻ കഴിയുക, ഇതിന്റെ ഇരകളായവരെ ആദരിക്കുന്നു എന്നാണ്. ഈ ആദരിക്കുമ്പം പല രീതിയിൽ ആദരിക്കാം. ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പൊതുവായി മൊത്തം ജനതയും ആ ഒരു അനുസ്മരണത്തിലേക്ക് വരികയാണ്. അപ്പൊ ഒരു കൂട്ടർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അനുസ്മരിക്കാൻ താല്പര്യമില്ല, എല്ലാവർക്കും അനുസ്മരിക്കാൻ താല്പര്യമില്ല. കാരണം എന്താണ്? ഇത് നിങ്ങൾ അവതരിപ്പിക്കുന്നത് വാദികളും പ്രതികളുമുള്ള, ഇരകളും വേട്ടക്കാരുമുള്ള ഒരു ഇക്വേഷൻ വെച്ചാണ്. അല്ല, നിങ്ങൾ എല്ലാവരെയും ഏതാണ്ട് തുല്യരായി കണ്ട് എല്ലാവരും കുറ്റക്കാരോ അല്ലെങ്കിൽ എല്ലാവരും ഇരകളോ, എല്ലാവരും ഇരകളാണ് എന്നുള്ള ഒരു പൊതുബോധ്യവും ഒന്നും അല്ല അവിടെ. ഇതിനകത്ത് ആരാണിത് തുടങ്ങി വെച്ചത്, ആരാണ് ഇതിന് കാരണം, ആരാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ നരേറ്റീവ്സ് വരുമ്പോൾ ഈ സമൂഹത്തിൽ, നിലവിലുള്ള സമൂഹത്തിൽ 75 വർഷത്തിന് ശേഷം, 75 വർഷം നമ്മളിത് അനുസ്മരിച്ചിരുന്നില്ല എന്ന് വെച്ച് ഈ വിക്ടിംസിനോട് നമ്മൾ അനാദരവ് കാട്ടി നടത്തുന്നുണ്ടോ? ഇല്ല. ഇവരെ തഴഞ്ഞു നടത്തുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ ഇത് ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഖനന രാഷ്ട്രീയം, പൊളിറ്റിക്കൽ മൈനിങ്, പഴയത് പലതും ഓർക്കാനായിട്ട് ജനതയെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ചുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു, അല്ലെ അതിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഈ അനുസ്മരണത്തിന് എതിരെ എൻ്റെ ഉള്ള ആദ്യത്തെ വാദം. താങ്ക് യു. താങ്ക് യു സർ. നമ്മൾ വാദപ്രതിവാദ റൗണ്ടുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ശ്രീജിത്ത് പണിക്കരെ ക്ഷണിക്കുന്നു. സംവാദകൻ ശ്രീ C. രവിചന്ദ്രൻ പറഞ്ഞ ഓരോ വാദവും ശ്രദ്ധിച്ച് അതിനുള്ള മറുപടി നോട്ട് ചെയ്യുകയായിരുന്നു. സമയം കളയാതെ ഓരോന്നിലേക്കും പോകാം. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിന് വേണ്ടി 75 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാലം ഹോളോകോസ്റ്റ് ഡിനയൽ പോലെ ആയിരുന്നോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടന പോലും ഹോളോകോസ്റ്റ് റിമംബറൻസ് ഡേ എന്ന് ഔദ്യോഗിക ആചരണം ആരംഭിച്ചത് ഹോളോകോസ്റ്റ് നടന്നു കഴിഞ്ഞ് 60 വർഷം കഴിഞ്ഞിട്ടാണ്.
2005 മാത്രമാണ്. 1945 വരെ ഉണ്ടായിരുന്ന ഹോളോകോസ്റ്റ്, അത് കഴിഞ്ഞ് അതേ വർഷം രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന അതിനെ ഔദ്യോഗികമായി ആചരിക്കാൻ 60 വർഷം വേണ്ടി വന്നു. 2005 കോഫി അന്നൻ UN സെക്രട്ടറി ജനറൽ ആയിരുന്ന സമയത്ത്, ശ്രീ ശശി തരൂർ അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് നമ്മൾ UN ഇങ്ങനെ ഒരു ഔദ്യോഗിക ആചരണം തുടങ്ങുന്നത് കണ്ടത്. അതുവരെ ഹോളോകോസ്റ്റ് ഡിനയൽ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു ആചരണത്തിന് സമയമെടുക്കും എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ നടക്കും. ഉദാഹരണത്തിന്, ലോകത്തെ ഏറ്റവും കൊടിയ കൂട്ടക്കൊലകളിൽ ഒന്ന് നടന്നിരിക്കുന്നത് റുവാണ്ടയിലാണ്. 1994 ഒരുപക്ഷെ നമ്മളൊക്കെ ആ സമയത്ത് ദൂരദർശൻ കാണുന്ന സമയത്ത് റുവാണ്ട, ബുറുണ്ടി, അവരുടെ പ്രസിഡന്റുമാർ കൊല്ലപ്പെടുന്നു, ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ച ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത്. അവിടെ ഔദ്യോഗിക ആചരണം അടുത്ത വർഷം മുതൽ തുടങ്ങി. പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളിലും പല സംഘടനകളും ഔദ്യോഗിക ആചരണം തൊട്ടടുത്ത വർഷമല്ല, ദീർഘകാലം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ UN ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് ഡേ 60 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അർമേനിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജനസൈഡ് നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അർമേനിയ. UN പോലും ജനസൈഡുകളിൽ മാത്രം മരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ദിവസം അതിനായി കണ്ടെത്തണം എന്ന് പറഞ്ഞിരുന്ന 2 രാജ്യങ്ങളിൽ ഒന്ന് അർമേനിയയാണ്. അർമേനിയയിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ശേഷം 50 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അർമേനിയ അതിനെ ഔദ്യോഗികമായി ആചരിക്കാൻ ആരംഭിച്ചത്. അതിനർത്ഥം അതുവരെ അവർ ഡിനയലിലായിരുന്നു എന്നല്ല. ജർമ്മനിയിൽ ജർമ്മൻ ജൂതന്മാരായിട്ടുള്ള 1.25 ലക്ഷം ആൾക്കാർ ഈ ഹോളോകോസ്റ്റിന്റെ ഭാഗമായിട്ട് മരിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാർ മാത്രമല്ല, ജർമ്മൻ പൗരന്മാരായിരുന്ന 1.8 ലക്ഷം ആൾക്കാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട്. അവരെ ഉൾപ്പെടെ ഔദ്യോഗികമായി ആദരിക്കുന്നതിന്, ഓർക്കുന്നതിന് വേണ്ടി ജർമ്മൻ ഗവൺമെൻറ് റിമെമ്പറൻസ് ഫോർ വിക്ടിംസ് ഓഫ് നാഷണൽ സോഷ്യലിസം അത് ഓർത്തെടുക്കാൻ തീരുമാനിച്ചത് 51 വർഷങ്ങൾക്ക് ശേഷമാണ്. അയർലൻഡിൽ ഉണ്ടായിരുന്ന ഒരു കൊടിയ ഭക്ഷ്യക്ഷാമം, മില്യൺസ് മരിച്ച, മില്യൺസ് ഡിസ്പ്ലേസ്ഡ് ആയിരുന്ന ഭക്ഷ്യക്ഷാമം. ആ ഭക്ഷ്യക്ഷാമം നമ്മുടെ ഗ്രേറ്റ് ബംഗാൾ ഫാമിൻ പോലെ വളരെ കൃത്യമായിട്ട് ബ്രിട്ടൻ ഓർക്കസ്ട്രേറ്റ് ചെയ്തിരുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്രോപ്സ് മുഴുവനും അവർക്ക് കൊടുക്കാതെ വിദേശത്തേക്ക്, ബ്രിട്ടനിലേക്ക് ഉൾപ്പെടെ അവർ കയറ്റി അയച്ചു. ഈ സംഭവം നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. ഈ രാജ്യം അയർലൻഡ് അതിനെ ഔദ്യോഗികമായി ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് 160 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്ന് വെച്ചാൽ അതുവരെ അവരതിൻ്റെ ഡിനയലിലായിരുന്നു എന്നർത്ഥമില്ല. നിങ്ങൾ ആചരിക്കാനായിട്ട് ഒരു ജനത പരുവപ്പെട്ട് അതിന് പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായി അത് ആചരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് എന്നത് മാത്രമാണ്. നമ്മുടെ രാജ്യം 75 വർഷം കഴിഞ്ഞിട്ട് പാർട്ടീഷൻ ഹൊറേഴ്സ് അനുസ്മരിക്കുന്നു എന്ന് വെച്ചാൽ അതുവരെ നമ്മൾ ഹോളോകോസ്റ്റ് ഡിനയൽ പോലെ ആയിരുന്നു എന്നർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. വിഭജനത്തിൻ്റെ ദിവസം നമ്മൾ ആചരിക്കേണ്ടത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്നാണോ? വേദന ഓർക്കണോ? വെപ്പണൈസ് ചെയ്യുകയല്ലേ? നേരത്തെ BJP-ക്കാരുൾപ്പെടെ ക്യാമ്പയിൻ നടത്തിയില്ലല്ലോ? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. അതിനുള്ള കൃത്യമായ മറുപടി, ട്രോമ റിമെമ്പറൻസ് എന്ന് പറയുന്നത് അൺകോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പല രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും എതിർത്തത് കൊണ്ടോ എതിർക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നത് കൊണ്ടോ ട്രോമ എന്ന ചരിത്ര യാഥാർത്ഥ്യം ഇല്ലാതെയാകുന്നില്ല. അതവിടെ ഉള്ളതാണ്. ഇനി സയൻറ്റിഫിക് ടെമ്പറിനെ മാത്രം അധികരിച്ചിട്ടാണല്ലോ എസൻസ് ഗ്ലോബൽ പോലെയുള്ള യുക്തിവാദ സംഘടനകൾ, സ്വതന്ത്ര ചിന്താ സംഘടനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. എങ്കിൽ ഇത്തരത്തിലുള്ള വേദന അനുസ്മരണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമുണ്ടോ എന്ന് നോക്കണം. ലെറ്റ് എവിഡൻസ് ലീഡ് ദ വേ, സയൻറ്റിഫിക് ടെമ്പർ, ആർട്ടിക്കിൾ 51AH ഒക്കെയാണ് നമ്മൾ പറയുന്നതെന്ന് ഓർക്കണം. അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ അവരുടെ ഹിസ്റ്റോറിക്കൽ ട്രോമ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: കളക്റ്റീവ് മെമ്മറി ദാറ്റ് അഡ്രസ്സസ് ഡിഫിക്കൽട്ട് ട്രൂത്ത്സ് ഈസ് എസെൻഷ്യൽ ഫോർ ജെനുവിൻ റിക്കൺസിലിയേഷൻ. റിക്കൺസൈൽ ആകുമോ എന്ന് ചോദിച്ചാൽ ആകും എന്ന് ഒരു പഠന സ്ഥാപനം, ഗവൺമെൻറ് സ്ഥാപനം കണ്ടെത്തിയതാണ്. ഇഗ്നോറിംഗ് ട്രോമ അലൗസ് ഇറ്റ് ടു ട്രാൻസ്മിറ്റ് ഇന്റർജനറേഷനലി. അങ്ങനെ ആരുടെയെങ്കിലും ട്രോമ നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ അത് തലമുറകളിലേക്ക് വ്യാപിക്കും, ക്രിയേറ്റിംഗ് ഓൺഗോയിങ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഡിസ്ഫങ്ഷൻ. അതുകൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകളും സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. റിക്കൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്.
യുനെസ്കോയ്ക്ക് വിഷൻ ഫോർ പീസ് എന്ന് 2022 ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് ടു ഫോർഗെറ്റ് ദ പാസ്റ്റ് ഈസ് ടു റിസ്ക് റിപ്പീറ്റിംഗ് ഇറ്റ്. അദ്ദേഹം തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ ഈ പാസ്റ്റിനെ പറ്റി ഓർത്താൽ റിക്കൺസിലിയേഷൻ ആകുമോ, അത് വീണ്ടും ഉണ്ടാകാതിരിക്കുന്നതിന് തടയുമോ എന്ന് ചോദിക്കുമ്പോൾ യുനെസ്കോ നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്, റിമെമ്പറൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ടുഗദർ മേക്ക് റിക്കൺസിലിയേഷൻ പോസിബിൾ. യുനെസ്കോ. ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിരവധിയുണ്ട്. മൈഡാനക് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞ് യൂറോപ്പിലെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ഭീകരാന്തരീക്ഷം എല്ലാം അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പെഡഗോജി ഓഫ് റിമെമ്പറൻസ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പെഡഗോജി ഓഫ് റിമെമ്പറൻസിൽ അവർ പറയുന്നത് റിഫ്ലക്ഷൻ ഓൺ ദ പാസ്റ്റ്, പഴയ കാര്യങ്ങളെ പറ്റിയുള്ള ആത്മപരിശോധന, കമ്പൈൻഡ് വിത്ത് ദ റിഫ്ലക്ഷൻ ഓഫ് അവർ ഓൺ പ്രീ ഡിസ്പൊസിഷൻസ്, നമ്മുടെ തന്നെ മുൻധാരണകൾ, പ്രിജുഡിസസ്, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പുനർവിചിന്തനം, ഇത് രണ്ടും ചേർന്നാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്യൂച്ചർ അട്രോസിറ്റീസ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ്, അമേരിക്കയിലുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ട്രാൻസിഷണൽ ജസ്റ്റിസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒരു ട്രോമയും മറ്റും നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മാറി ആൾക്കാർക്ക് ജസ്റ്റിസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസിഷണൽ ജസ്റ്റിസിനെ പറ്റി പറയുമ്പോഴും അവരാവർത്തിക്കുന്ന കാര്യം, ഇതിനെക്കുറിച്ച് ഓർക്കുക, പഠിപ്പിക്കുക, പുനർവിചിന്തനം നടത്തുക. അതല്ലാതെ ഇതില്ല എന്ന് കരുതിയതിന് ശേഷം നമ്മളതിനെ ഓർക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്. ഒരു തരത്തിലുള്ള റീകൺസിലിയേഷനും പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ അതിന് തെളിവുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഏറ്റവും മികച്ച തെളിവായിട്ട് ലെറ്റ് എവിഡൻസ് ലീഡ് ദ വേ എന്നാണ്. ഏറ്റവും മികച്ച തെളിവായിട്ട് ലോകത്ത് മൊത്തത്തിൽ കാണിക്കുന്ന ഉദാഹരണം റുവാണ്ടയിൽ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ കൂട്ടക്കൊലയാണ്. കേവലം 100 ദിവസം കൊണ്ട് അവിടെ 1 മില്യൺ അഥവാ 10 ലക്ഷം ആൾക്കാരാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ടുട്സി വിഭാഗവും ഹുട്ടു വിഭാഗവും തമ്മിലുണ്ടായിരുന്ന കൂട്ടക്കൊല, ടുട്സി കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. 100 ദിവസത്തിൽ 10 ലക്ഷം ആൾക്കാർ, ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 10%. അത് കഴിഞ്ഞതിന് ശേഷം 2 മില്യൺ ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്ത് പുറത്തുപോയി. ആ ജനസംഖ്യ രാജ്യത്തിൻ്റെത് 70% കുറഞ്ഞു. GDP ഏതാണ്ട് 700 മില്യൺ ഉണ്ടായിരുന്നത് മാറി 0 GDP ആയിട്ട് മാറും. ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായിട്ടുള്ള സാഹചര്യം. അവര് ഈ ദിനം അനുസ്മരിക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നാടൊട്ടുക്ക് മെമ്മോറിയൽസ് സ്ഥാപിച്ചു, കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി, ഇതിനുവേണ്ടി കമ്മീഷൻ സ്ഥാപിച്ചു, ഗച്ചാച്ച എന്ന പേരിലുള്ള ഒരു ട്രയൽ സംവിധാനമുണ്ടാക്കി, 20 ലക്ഷം കേസുകൾ സ്പീഡി ട്രയൽ ചെയ്തു, 12,000-ലധികം കോടതികൾ അതിനായി സ്ഥാപിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ലോകത്ത് തന്നെ പറയുന്ന ഉദാഹരണങ്ങളിൽ ഇന്ന് ആ രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ആ രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് 752 മില്യണിൽ നിന്ന് 0-ലേക്കും തിരിച്ച് അവിടെ നിന്ന് 14.5 ബില്യണിലേക്കും വന്നിരിക്കുന്നു. ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യുന്നതിന് ഏറ്റവും സൗഹൃദമായ 2ാമത്തെ രാജ്യം. പോലീസിൻ്റെ ട്രസ്റ്റ് ഇൻഡെക്സിൽ ആഫ്രിക്കയിലെ 1ാമത്തെ രാജ്യം. ലോകത്തിലെ 21ാമത്തെ നമ്പറിൽ ട്രസ്റ്റ് ചെയ്യാവുന്ന പോലീസ് സംവിധാനം. നിങ്ങൾ ഈ രാജ്യത്ത് എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ചോദ്യത്തിന് 95% ആൾക്കാരും വോട്ട് ചെയ്യുന്നത് ഞാൻ സുരക്ഷിതനാണ് എന്നാണ്. അങ്ങനെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള പുരോഗതി ഈ ഒരു ദിനം അനുസ്മരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കണക്കുകളാണ്. അവിടെ അവരനുസ്മരിക്കുന്നത് ഈ 100 ദിവസവും അവരനുസ്മരിക്കുകയാണ്. 1995 മുതൽ ഇന്നുവരെ ഈ അപകടമുണ്ടായ, ഈ കൂട്ടക്കൊല ഉണ്ടായ 1ാമത്തെ ദിവസം മുതൽ 100ാമത്തെ ദിവസം വരെ ഇന്നും അവരനുസ്മരിക്കുകയാണ് എല്ലാ വർഷവും. എന്ന് വെച്ചാൽ അനുസ്മരണമില്ലാത്ത കേവലം 265 ദിവസങ്ങൾ മാത്രമാണ് ആ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിലോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞെന്ന് കരുതുന്നു. നമസ്കാരം. താങ്ക് യു സാർ. വാദപ്രതിവാദങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി രവിചന്ദ്രൻ സിയെ ക്ഷണിക്കുന്നു. ഈ ഹോളോകോസ്റ്റ് ഡിനയലിസം എന്ന് പറയുന്നത് ശ്രീജിത്ത് ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത്. ഹോളോകോസ്റ്റ് എന്നൊരു സംഗതി നടന്നിട്ടില്ല എന്നുള്ള വാദമാണ് ഹോളോകോസ്റ്റ് ഹിസ്റ്ററി ഡിനയലിസം എന്നൊക്കെ പറയുന്നതാണ്. ഈ വിഭജന ഭീതി സംബന്ധിച്ച് ഹോളോകോസ്റ്റ് ഡിനയലിസവുമായിട്ട് താരതമ്യം ചെയ്യാനേ പാടില്ലാത്തതാണ്. കാരണം
ഇത് ഡിനേ ചെയ്യുന്നവരല്ല ഇത് അനുസ്മരിക്കേണ്ടെന്ന് പറയുന്നത്. ഈ സംഗതി ഇവിടെ അനുസ്മരിക്കുന്നുണ്ടായിരുന്നു, ആളുകൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ സർക്കാർ തലത്തിൽ ഒരു നാഷണൽ പോളിസിയായിട്ട് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഹോളോകോസ്റ്റ് ഡിനയലിസം ആണ് എന്ന് ആദ്യം പറഞ്ഞത് തന്നെ വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വസ്തുതാപരമായി ശരിയല്ല. 2, സമയമെടുത്തു. ഈ സമയമെടുത്തു ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ ആളുകൾ, ഇപ്പോൾ ഇത് പുതുതായിട്ട് കൊണ്ടുവന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ 47-ന് ശേഷം ഇത്രയും നാള് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ BJP ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ BJPയുടെ പോളിസി ആയിട്ടോ മാനിഫെസ്റ്റോ ആയിട്ടോ ക്യാമ്പയിൻ ആയിട്ടോ സ്ലോഗനായിട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് വർഷം എത്ര എടുത്തു എന്നുള്ളതല്ല, മറിച്ച് ഇതുവരെ ഉന്നയിക്കാത്ത, മറ്റുള്ളവർ പൊതുവെ സ്വകാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന രീതിയിൽ കൊണ്ടുവരുന്നു. അതെങ്ങനെ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ട്രോമ ആവർത്തനം തടയുമെന്നുള്ള പഠനമുണ്ടെന്ന്. ഈ ട്രോമ റിലീഫ് ചെയ്യാനായിട്ടുള്ള ചികിത്സകളും ട്രോമ റിലീസ് ചെയ്യാനായിട്ടുള്ള തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എഫേർട്സും അത് അങ്ങനെ ക്യൂർ ചെയ്തിട്ടുള്ള പഠനങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അത് ഓർക്കാതിരിക്കുക, അത് നിന്റെ ജീവിതത്തിൽ കൂടുതൽ പ്രസരിപ്പും പോസിറ്റിവിറ്റി ഉണ്ടാക്കും. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമൂഹത്തിൽ നിന്നും കെടുതികളും ഭിന്നതകളും സംഘർഷങ്ങളും മറന്ന് മുന്നേറുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ആർജവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അപ്പൊ അതൊരു വ്യക്തിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടായ ഒരു പഠനം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എന്തുകൊണ്ടാണ് മറക്കണം, പൊറുക്കണം എന്നൊക്കെ പറയുന്നത്? പൊതുവിൽ നമ്മളെപ്പോഴും ഭൂതകാലത്തിന്റെ തടവുകാരായിട്ടും ഈ കെടുതികളുടെ ഓർമ്മ സൂക്ഷിപ്പുകാരായിട്ട് എക്കാലത്തും തുടരുന്നതിലൂടെ എന്തെങ്കിലും ഒഴിവാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒന്നാമത് ഇപ്പം 1-ാം ലോക മഹായുദ്ധത്തിന് അതേ ഓർത്ത് അതിനുശേഷം ഉണ്ടായത് 2-ാം ലോക മഹായുദ്ധമാണ്. ഈ 2-ാം ലോക മഹായുദ്ധം ഓർക്കുന്നതുകൊണ്ടാണോ ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കുന്നത്? അതൊക്കെ ഒരു ജാർഗൺ എന്ന നിലയിൽ പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് forget the past, otherwise you will repeat it. ഇതൊക്കെ ഒരു ചരിത്രപരമായി ശരിയുള്ള കാര്യമല്ല. നിങ്ങളൊരു കാര്യം മറക്കുന്നത് കൊണ്ട് ആണ് നിങ്ങളത് ആവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ യുദ്ധങ്ങളുടെ തന്നെ ചരിത്രം നോക്കുക. യുദ്ധം എന്ന് തുടങ്ങിയതാണ്. ഓരോ യുദ്ധത്തിനും വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാവും. മുന്നേയുള്ള യുദ്ധം മറന്നിട്ടല്ല പുതിയ യുദ്ധം ഉണ്ടാകുന്നത്, അല്ലെ മറന്നതുകൊണ്ടുമല്ല. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരും യുദ്ധത്തിന്റെ ഇരകളാവുന്നവരും 2 കൂട്ടരാണ്. ഇരകൾ വീണ്ടും വീണ്ടും ഞെട്ടിക്കൊണ്ടിരിക്കും, അവർക്ക് കൂടുതൽ യാതന ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ വിഭജന ഭീതി ദിവസമായിട്ട് ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ പ്രശ്നം അത് 75 വർഷം ആയി എന്നുള്ള ഒരു വസ്തുതയാണ്. അവര് ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ പ്രശ്നം ഇതൊരു പൊതുസമ്മതി ഇല്ലാത്തൊരു കാര്യമാണെന്നുള്ളത്. രാഷ്ട്രം ഏകാഖണ്ഡമായി ഇത് ചെയ്യുന്നില്ല എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ഒരു പാർട്ടിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. സോ ദേ ഒപ്പോസ്. അവർ മറ്റു ചില കാര്യങ്ങൾ അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് അവർ ഒപ്പോസ് ചെയ്യും. മറ്റു ചില മതവിഭാഗങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഇഷ്ടമില്ല എന്ന് ഈ പാർട്ടികൾ പറയുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ലെഫ്റ്റ് പാർട്ടീസിന്റെ ഭാഗത്തു നിന്നോ ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ്? കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകൊണ്ടാണ് ആക്കാം. പക്ഷെ ലെഫ്റ്റ് പാർട്ടീസിന്റെ കാര്യം അങ്ങനെയല്ല. ചിലർക്ക് അത് ഇഷ്ടമല്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അതാണ് അവർ പറയുന്നത്. അത് അവരങ്ങനെ കരുതുന്നുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ ഈ ഹൈദ്രോസ് അതുപോലെ തന്നെ സേതു പറയുകയാണ്, അല്ല ഹൈദ്രോസ് പറയുകയാണ് സേതുവിന് അത് ഇഷ്ടമല്ല. അതിന്റെ വസ്തുത നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, സ്റ്റേറ്റ് പോളിസി ആയിട്ട് കൊണ്ടുവരിക, ഉടനെ അത് നടപ്പിലാക്കി ആചരിച്ചു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കണം, എല്ലാവരും ആചരിക്കണം. സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഇത് വളരെ കൃത്യമായിട്ട് ആചരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഓർമ്മ ദിനമായാലും അഖണ്ഡതാ ബോധമാണേലും ദേശീയ ബോധമാണേലും അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒന്നാണോ? ബൈ കോഷൻ ആണോ? രാഷ്ട്രീയ അജണ്ടകളോ മറ്റു ഗൂഢാലോചനകളോ ഒന്നും ഇല്ലെങ്കിൽ ആ സർക്കാരിന് ചെയ്യാൻ കഴിയുമല്ലോ. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുന്നു, പക്ഷേ ഇത് കുറെ ആളുകൾക്ക് അത് അത്രത്തോളം അങ്ങോട്ട് ശരിയാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് രാജ്യത്തിന് നല്ലതാണ്, ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷേ നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതിയാകും. ഞങ്ങൾ എന്തായാലും സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ പോളിസി ലെവലിൽ ഒരു ആചരണം നടത്തുന്നു. അതല്ലേ കുറച്ചുകൂടെ ജനാധിപത്യപരമായ ഒരു രീതി. അതല്ലല്ലോ നടന്നത്. എന്തുകൊണ്ടാണ് ഇത് വിവാദമായത്?
അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു ടോപ്പിക്കായിട്ട് വന്നത് തന്നെ ഞാൻ ശ്രീജിത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഒരു ടെലിവിഷൻ ചർച്ചയിൽ. 2021 ശേഷം എനിക്കൊന്ന് ഈ വർഷമാണ് കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വരുന്നത്. അതിന്റെ അടിസ്ഥാനം ഒരു വിഭാഗം ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ ആഘോഷിക്കത്തില്ലടാ ഡാഷ് എന്നാണ് അവർ പറയുന്നത്, അല്ലെ ഞാൻ അനുസ്മരിക്കത്തില്ല എന്ന് പറയുമ്പോൾ നീ അനുസ്മരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണമോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ധാരണകളിലുള്ള മാറ്റമോ ഐക്യബോധമോ ഒന്നുമല്ല അവിടെ ഉണ്ടാകുന്ന, മറിച്ച് അവിടെ ഒരു പ്രശ്നം പുതുതായിട്ട് എടുത്തിട്ടിട്ട് അതിൻ്റെ പേരിലൊരു കാലുഷ്യം ഉണ്ടാകും. പിന്നെ ശ്രീജിത്തെ, ഈ ഭൂതകാലം പേറി നടക്കുന്ന മസ്തിഷ്കങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിന് അത്ര വലിയ ഗുണകരമായി ഭവിക്കില്ല. നമ്മളെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരോ ഭൂതകാലം എന്ന നിലയിൽ, ചരിത്രം എന്ന നിലയിൽ മിത്തുകളെ വരെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇടാറുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നങ്ങേലി കഥ അതൊരു മിത്താണ് ബേസിക്കലി. പക്ഷേ ഏതാണ്ട് ഒരു 10-20 വർഷത്തോളം കേരളത്തിൽ അത് ഒരു ചരിത്ര സംഭവമാണ് എന്നുള്ള രീതിയിൽ ആഘോഷിച്ചിരുന്നു. റീസൈക്കിൾ ചെയ്തുകൊണ്ടുവന്ന് അനുസ്മരിക്കുകയാണ്. പിന്നെ അവിടെ മുലച്ചിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി അനുസ്മരണമൊക്കെ നടത്താനായിട്ട് സാംസ്കാരിക നായകന്മാരും മറ്റുള്ള ആളുകളൊക്കെ വരികയുണ്ടായി. കേരള വനിതാ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവിടെ ഒരു റിസർച്ച് സെന്ററും ഒരു പഠന കേന്ദ്രവും തുടങ്ങാനായിട്ടുള്ള തീരുമാനം വരെ എടുത്തു. അങ്ങനെ ഒരു സംഭവമില്ല. അതിന്റെ ചരിത്രപരതയെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ല. ഈ പറയുന്ന മുലച്ചിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലവും ഇതുമായിട്ട് ബന്ധമില്ല. ഒരു രീതിയിലും ചരിത്രപരമായ ഒരു അബ്സഡിറ്റിയാണത്. അതൊക്കെ ഡീബങ്ക് ചെയ്യുന്നതിൽ എസൻസ് ഗ്ലോബലിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പൊ ആരും ഈവൻ സംസ്ഥാന സർക്കാർ തലത്തിൽ വരെ ഇത് വലിയ കാര്യമായിട്ട് കൊണ്ടുപോയതാണ്. അതുപോലെ തന്നെ ഒരു ദളവാക്കുളം, ഇതും ചരിത്രം പോലെയാണ് വരുന്നത്. ഇത് പെട്ടെന്ന് മുന്നിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇത് ഇങ്ങനെയാണോ? ഈ ചരിത്രം റീസൈക്കിൾ ചെയ്യുന്നതിൽ ഇങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് വിഭജനത്തിന്റെ കലാപം അതേപോലെയാണെന്നല്ല. അപ്പൊ വിഭജനത്തിന്റെ കലാപം നടന്നതാണ്, നങ്ങേലി നടന്നതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യൂ പോയിന്റിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, അതായത് ഇര വേട്ടക്കാരൻ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇരയായി വേട്ടക്കാരനായും ആളുകളെ ഫിക്സ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങളും സാമൂഹ്യ നേട്ടങ്ങളും സ്വന്തമാക്കുക, കുറെ ആളുകളെ കുറ്റബോധത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക, കുറെ ആളുകൾ ഇരകളായിട്ട് നടക്കുക. ഇന്നിപ്പോ നമ്മൾ ലോകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇരകളാകാനായിട്ട് നടക്കുകയാണ്. വേട്ടക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഇരകളാണ്. ഈ ചരിത്രത്തിന്റെ ഒരു റീസൈക്ലിങ്ങിൽ മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു ദുരന്തമാണിത്. അതായത് വർത്തമാനത്തിൽ ജീവിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനത ഉണ്ടാകുന്നു. ഇവിടെ എക്സാക്ട്ലി ഇതും ഇതിന്റെ സിലബസിൽ പെട്ടതാണ്. വിഭജനത്തിന് ഓഫ് കോഴ്സ് കലാപം നടന്നിട്ടുണ്ട്. ഹോളോകോസ്റ്റ് പോലൊരു സാധനം അല്ല അത്. അതിന്റെ സ്വഭാവവും ഉള്ളടക്കവും അതല്ലെന്ന് ശ്രീജിത്തിനും അറിയാം. വിഭജനത്തിന് നടന്നിട്ടുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. അതിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പൂർണ്ണമായിട്ട് ഹിംസിക്കുകയും നശിപ്പിക്കുകയും ചെയ്തൊരു സംഭവമല്ല. എണ്ണത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ലക്ഷമൊക്കെ നോക്കുമ്പോഴൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഗോസ്റ്റ് ട്രെയിനുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ജഡങ്ങളായിട്ട് തിരിച്ചു വരുന്ന ട്രെയിനുകൾ. സത്യത്തിൽ ഓർക്കാൻ തന്നെ, നിങ്ങളിപ്പോൾ രണ്ടുപേര് വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യര്, നിങ്ങളെ ഒരു ഭൂതകാല സംഭവം നിങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നു. ഞാൻ പറയുന്നു, ചരിത്രം അറിയുന്നതിന് ഞാൻ എതിരല്ല, മനസ്സിലാക്കുന്നതിന് എതിരല്ല. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷണലായിട്ട് സിലബസ് കോഴ്സ് ബേസ് ആയിട്ട് അവതരിപ്പിക്കേണ്ട വിഷയമാണ്. പക്ഷേ മൊത്തത്തിലൊരു സമൂഹപരമായ ഒരു സോഷ്യൽ മെമ്മറി ആയിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ, നിങ്ങളുടെ മുൻഗാമികൾ, എൻ്റെ മുൻഗാമികൾ എന്നുള്ളൊരു ധാരണയോടെ ഭൂരിപക്ഷം മനുഷ്യരും ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലരിൽ ഒരു ചൊരുക്കുണ്ടാക്കും, ചിലരൊരു നഷ്ടബോധം ഉണ്ടാക്കും, ചിലർക്ക് ഇത് പറഞ്ഞ് ചിലരത് കുറ്റബോധം ഉണ്ടാക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കാര്യം അറിയുക, വിഭജനത്തിന് ഇങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടുവന്ന് നിങ്ങളുടെ നിർബന്ധിത മെമ്മറിയിലേക്ക് പോകുന്നത് ശരിയല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് ശ്രീജിത്ത് പണിക്കരെ ക്ഷണിക്കുന്നു. സമയത്തിൻ്റെ പ്രശ്നം കാരണം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ പോയിന്റിലേക്ക് കടക്കാം.
അദ്ദേഹം പറഞ്ഞത് ഇതേ ഐഡിയോളജി പിന്തുടരുന്ന BJPയുടെ ആൾക്കാർ മുമ്പും ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ 2021 വരെ കാത്തിരിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ്. അധികാരത്തിൽ കയറിയ എല്ലാ വർഷവും എല്ലാ കാര്യങ്ങളും അതേ വർഷം തന്നെ അങ്ങ് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചാൽ പിന്നെ സർക്കാരുകൾക്ക് തുടർച്ച ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യത്തെ വർഷം തന്നെ നടത്തണമായിരുന്നു എന്ന് പറയുന്ന ലോജിക്കിന് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ആദ്യം ഭരണത്തിൽ വന്ന അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഡിമോണിറ്റൈസേഷൻ അന്ന് നടത്താമായിരുന്നല്ലോ. കാശ്മീരിൽ ഈ ജമ്മു കാശ്മീരിൽ വന്നിരിക്കുന്ന ഒരു റീഓർഗനൈസേഷൻ വേണമെങ്കിൽ 2014 നടത്താമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന വാദത്തിൽ കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു പോളിസിയുടെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ട്, അദ്ദേഹം ഹോളോകോസ്റ്റ് ഡിനയലുമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല. ഹോളോകോസ്റ്റ് ഡിനയൽ എന്ന് പറഞ്ഞാൽ ഹോളോകോസ്റ്റ് നടന്നിട്ടേ ഇല്ല എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. എന്നാൽ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നിവരാരും തന്നെ പറയുന്നില്ല. അതും ശരിയാണ്. പക്ഷേ ലക്ഷ്യമാണ് പ്രധാനം. ഹോളോകോസ്റ്റ് ഡിനയലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ നാസികളാൽ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരേ ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളില്ല, മാസ് എക്സ്റ്റെർമിനേഷൻ പദ്ധതികളില്ല, ഗ്യാസ് ചേംബറുകളില്ല എന്ന് പറയുന്നത് വഴി ആ ക്യാമ്പുകൾ വഴി, ആ ബങ്കറുകൾ വഴി, ആ ഗ്യാസ് ചേംബറുകൾ വഴി ദുരിതം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കഥകൾ കെട്ടുകഥകളാണ്. അവരുടെ ദുരിതം ഞങ്ങൾ കാണുന്നതേയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് പാർട്ടീഷന്റെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ദുരിതവും നമ്മൾ കാണുന്നേയില്ല എന്ന് തീരുമാനിച്ചാൽ രണ്ടും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മാർഗം വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ ഒരു പഠനത്തിനെ കുറിച്ച് പറഞ്ഞു. അതായത് പാസ്റ്റിനെ കുറിച്ച്, അന്നത്തെ ട്രോമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയത് കൊണ്ടുണ്ടാകുന്ന എഡ്യൂക്കേഷൻ ഭാവിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് റിക്കൺസിലിയേഷൻ സാധ്യമാകും. ഇനി ഇത്തരത്തിലുള്ള മോശം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതെ ഇരിക്കും എന്നുള്ളത്. ഇത് പഠനമാണ്, ട്രോമ റിസർച്ചാണ്. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ അണ്ടർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ് വർഷങ്ങളോളം എടുത്ത് നടന്നിരുന്ന പഠനമാണ്. ആ പഠനത്തിൻ്റെ റിസൾട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു സ്വതന്ത്ര ചിന്തകൻ, ഒരു യുക്തിവാദി, യുക്തിയോടുകൂടി വാദങ്ങൾ സ്വീകരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അതൊക്കെ വസ്തുതാപരമല്ല, വ്യക്തിയാധിഷ്ഠിതമാണ് എന്നൊക്കെ പറയുന്നത്? പിന്നെന്താണ് ലെറ്റ് എവിഡൻസ് ലീഡ് ദ വേ എന്ന് പറയുന്നത്? പിന്നെ എന്താണ് സയന്റിഫിക് ടെമ്പർ? ഇത് ഞാൻ കണ്ടതല്ല. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ആധികാരിക പഠനത്തിനെ മുന്നിൽ വെക്കുമ്പോൾ അതൊന്നും ഒരു പഠനമല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനെക്കുറിച്ചും പറയാം. എനിക്ക് എൻ്റെ വാദം ഒറ്റ സെന്റൻസിൽ നിർത്താം. അദ്ദേഹം പറയുന്നതൊന്നും കാര്യമേ അല്ല. അതല്ലല്ലോ വാദം. വാദം എന്ന് പറയുമ്പോൾ നമ്മുടെ റീസണിങ് ആണ്, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത്, വിഭജന ഭീതി ദിനം അനുസ്മരിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ അത് അടിച്ചേൽപ്പിക്കുന്നതിലാണ് പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നു. ആരാണ് അടിച്ചേൽപ്പിച്ചത്? ആരെങ്കിലും അടിച്ചേൽപ്പിച്ചോ? അത് മറ്റൊരു നുണക്കഥയാണ്. അദ്ദേഹം പറഞ്ഞ ദളവാക്കുളം പോലെ, അദ്ദേഹം പറഞ്ഞ നങ്ങേലിയുടെ കഥ പോലെ, അദ്ദേഹം പറഞ്ഞ മുലച്ചിപ്പറമ്പ് പോലെയുള്ള, എന്നാൽ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയ ഒരു നുണക്കഥയാണ്. 2021 പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു, ഇനി വിഭജന ഭീതി ദിനമായിട്ട് ഓഗസ്റ്റ് 14 നമ്മുടെ രാജ്യം ആചരിക്കും. അതിൻ്റെ പദ്ധതികളുടെ ഭാഗം തന്നെയാണ് ഇത് എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുക. സിലബസിലേക്കും കരിക്കുലത്തിലേക്കും വരുന്നതിന് മുൻപ് UGC ഒരു അഡ്വൈസറി ഇറക്കുകയാണ് 2022. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും UGC അയക്കുന്ന അഡ്വൈസറിയാണ് 2022. അവർ പറയുന്നു, വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് അതിനെ അനുസ്മരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ICHR നൽകുന്ന ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോ എക്സിബിഷനുകൾ യൂണിവേഴ്സിറ്റികൾക്ക് നടത്താം. അഡ്വൈസറിയാണ്, മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്തു കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കാണ് അത് കൊടുത്തു. ആ കമ്മ്യൂണിക്കേഷൻ എല്ലാ തവണയും ആവർത്തിച്ചു വരുന്നു. കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ചെയ്തത് എന്താണ്? ഇതേ അഡ്വൈസറി അദ്ദേഹം ചാൻസലർ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് കൊടുത്തു. സ്റ്റേറ്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻസ്. ആ കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ഒബ്സർവ് ചെയ്യുക വിത്ത് സോബ്രൈറ്റി ആൻഡ് സോളംനെസ്. ഏറ്റവും മിതമായി, ഏറ്റവും മോഡസ്റ്റായി, വർഗീയമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രചരണങ്ങൾക്കും അങ്ങനെയുള്ള വിദ്വേഷങ്ങൾക്കും കാരണമാകാതെ ഒബ്സർവ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു അഡ്വൈസറി കൊടുക്കുന്നതാണോ അടിച്ചേൽപ്പിക്കൽ? എവിടെയാണ് യുക്തി? ഇതിലെവിടെയാണ് യുക്തിവാദം? അഡ്വൈസറിയും നിർബന്ധിതമായി നിങ്ങൾ ചെയ്യേണ്ടുന്ന മാൻഡേറ്ററി കംപ്ലയൻസും ഒന്നാണോ? അല്ല. സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ചാൻസലർ
UGC പുറത്തിറക്കിയിരിക്കുന്ന ഒരു അഡ്വൈസറി യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയാൽ അത് അടിച്ചേൽപ്പിക്കലല്ല. കേരളത്തിൽ തന്നെ അത് ഒബ്സർവ് ചെയ്ത യൂണിവേഴ്സിറ്റികളുണ്ട്, ഒബ്സർവ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്. ആർക്കുമെതിരെ നടപടിക്ക് എടുത്തിട്ടില്ല. ഗവർണർക്കെതിരെ ആരും നടപടിക്കും പോയിട്ടില്ല. അടുത്തത് അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു പോയൊരു കാര്യമാണ്, ഞാനത് അഡ്രസ്സ് ചെയ്യാൻ വിട്ടുപോയി. അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ, ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം. ഒരു ദിനം ഇങ്ങനെ അനുസ്മരിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും അതിലൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട്. അതില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആംഗിൾ എല്ലാ കാര്യങ്ങളിലുമുണ്ട്. പക്ഷേ ഈ വാദം അമിത്ഷായുടേത് മാത്രമല്ല. ചരിത്രകാരന്മാർ പൊതുവെ അന്ന് ഈ ലൈൻ വരയ്ക്കാൻ കൊണ്ടുവന്നിരുന്ന സർ റാഡ്ക്ലിഫ് ഉൾപ്പെടെ ബ്രിട്ടന്റെ പങ്ക്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പങ്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാനും ചില ചരിത്രകാരന്മാരുടെ, ചരിത്രം എന്ന് പറയുന്നത് എവിഡൻസ് കൊണ്ടുണ്ടായിരിക്കുന്നതാണ്, അവരുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ മാത്രം വായിക്കാം. അയേഷ ജലാൽ ഹിസ്റ്റോറിയൻ പറയുന്നത്, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പോലെ അധികാരം പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസ് നിരസിച്ചത് ജിന്നയെയും ലീഗിനെയും വേറെ രാജ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചു. വാർ ഹിസ്റ്റോറിയൻ, നമ്മുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ചരിത്രം എഴുതിയ ഇയാൻ താൽബോട്ട്, 1937 ഇലക്ഷന് ശേഷം കോൺഗ്രസ് മുസ്ലിം നേതാക്കളെ ഉൾപ്പെടുത്തി സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കാതിരുന്നത് വർഗീയതയ്ക്ക് കാരണമായി. ജോയ ചാറ്റർജി, കോൺഗ്രസ് ബന്ധമുള്ള ഹിന്ദുക്കൾ 1946 ശേഷം ഈ വംശഹത്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ആക്രമണം എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പോൾ ബ്രാസ്, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ എലീറ്റ്സ് നടപ്പാക്കിയിരുന്ന റിട്രിബ്യൂട്ടീവ് ജനസൈഡിന്റെ പങ്കിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. യാസ്മിൻ ഖാൻ, ലീഗിന്റെ ആകുലതകൾ പരിഹരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കാതിരുന്നതാണ് ജിന്നയെ റാഡിക്കലൈസ് ചെയ്തത്. ഒരു സമയത്ത് ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ അപ്പോസ്തലനായി പറയപ്പെട്ടിരുന്ന ആളായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹത്തെ റാഡിക്കലൈസ് ചെയ്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ചില തീരുമാനങ്ങൾക്കാണ്. അപ്പോൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് കൂടി ഉണ്ട് എങ്കിൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അടുത്തത്, ഭൂതകാലത്തിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കേണ്ടതുണ്ടോ? ഇതിൽ നഷ്ടബോധമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, വിദ്വേഷമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അങ്ങനെ കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ട് ഒരാചരണം വേണ്ട എന്ന് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇന്ദിരാഗാന്ധിയുടെ മരണം, അതിനെ നമ്മൾ എങ്ങനെ ആചരിക്കുന്നത്? രാഷ്ട്രീയ ഏകതാ ദിവസം എന്നാണ്. ആ മരണത്തിനുണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, സിഖ് കമ്മ്യൂണിറ്റിക്ക് വലിയ കുറ്റബോധമുണ്ടാകുമല്ലോ, അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ ഏകതാ ദിവസം വേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചോ? രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിവസം നമ്മുടെ രാഷ്ട്രം ആ ദിവസം ആചരിക്കുന്നത് ആന്റി ടെററിസ്റ്റ് ഡേ എന്ന രീതിയിലാണ്, ആന്റി ടെററിസം ഡേ. അയ്യോ, തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാരുടെ രാജ്യസ്ഥാപനവുമായി ബന്ധപ്പെട്ട സെന്റിമെന്റ്സിനെ നമ്മളങ്ങ്, ആ ഞരമ്പിനെ നമ്മളങ്ങ് വേദനിപ്പിക്കുമല്ലോ എന്ന് കരുതി ആ ദിനം വേണ്ട എന്ന് നമ്മൾ വെച്ചോ? മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം രക്തസാക്ഷി ദിനമാണ്. അയ്യോ, ഹിന്ദു മഹാസഭയ്ക്ക് നോവുമല്ലോ എന്ന് കരുതി ആരെങ്കിലും അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം, അയ്യോ ഇവിടെ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടായാലോ എന്ന് കരുതി ഡിസംബർ 6 ആരെങ്കിലും ആചരിക്കേണ്ട എന്ന് ചെയ്തിട്ടുണ്ടോ? മറക്കരുത്, ഓർക്കണം എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ ഈ പോസ്റ്ററുകളും ക്യാമ്പയിനുകളും കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഹിരോഷിമ നാഗസാക്കി ദിവസം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ ആചരിക്കുക. അയ്യോ, അമേരിക്കക്കാരൻ എന്ത് തോന്നും എന്ന് കരുതി ഹിരോഷിമ ദിവസവും നാഗസാക്കി ദിവസവും വേണ്ട എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അയ്യോ, പാവപ്പെട്ട ജർമ്മൻകാർക്ക് എന്ത് തോന്നും, അവരുടെ പാസ്റ്റ് ലീഡർഷിപ്പിന്റെ പാപഭാരം ഇന്നത്തെ ജർമ്മൻസിനെ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് കരുതി ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് ഡേ വേണ്ട എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഒരു ദിവസവുമില്ല, അങ്ങനെ ഒരു ദിവസവുമില്ല. അതുകൊണ്ട് ആചരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. മാസ് ട്രോമയെ പറ്റിയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ആൾക്കാരുടെ ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗങ്ങളെ അനുസ്മരിക്കുന്നു. കൃത്യസമയത്ത് ഇടപെടാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന കുറ്റബോധമുണ്ട്. ഇനിമേതിൽ ഇത് ആവർത്തിക്കരുത് എന്നുണ്ട്. നെവർ അഗെയിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുമാത്രമാണ് ഇതിൻ്റെ അർത്ഥം. ബാക്കിയെല്ലാം കേവല രാഷ്ട്രീയ ആരോപണങ്ങളാണ്. താങ്ക് യു സാർ.
അടുത്ത വാദപ്രതിവാദ റൗണ്ടിലേക്ക് സി രവിചന്ദ്രനെ ക്ഷണിക്കുന്നു. ഈ വിഭജന ഭീതി ദിനം അടിച്ചേൽപ്പിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ദിനാചരണം സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളും ചർച്ചകളും വിവാദങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ ദിക്കുകളിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഒരു കോഷൻ്റെ ആയിട്ടുള്ള എലമെന്റ് വരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അല്ലെങ്കിൽ പിന്നെ അതിനെതിരെയുള്ള പ്രചരണങ്ങളും എതിർപ്പുകളും ഉണ്ടാവില്ല. അപ്പോൾ അടിച്ചേൽപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ഈ എതിർക്കുന്നവരോടുകൂടി അവർ പറയേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എതിർപ്പ് വരേണ്ട കാര്യമില്ല, അത് വൺ വേ ആയിട്ട് പോകേണ്ട കാര്യമാണ്. അങ്ങനെ പോയിട്ടില്ല. ഈ ഹോളോകോസ്റ്റിലേക്ക് ഞാൻ വീണ്ടും പോയി കഴിഞ്ഞാൽ, ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ചരിത്രപരമായിട്ട് നമ്മൾ ഡിനയലിസം എന്ന് പറയുന്നത്. ഇവിടെ വിഭജനത്തിന്റെ കലാപം നടന്നിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ വിക്ടിംസ് ഇല്ല എന്നുള്ള ഒരു വാദം ഇവിടെ വരുന്നില്ല. അത് അവിടെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. അതെല്ലാവർക്കും പൊതുവിൽ അറിയുന്ന കാര്യമാണ്, അറിയേണ്ടവർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു, കോൺഗ്രസിന് പ്രശ്നമുണ്ട്, കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, അങ്ങനെയൊന്നും അവർക്ക് ആഘോഷിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ബാബറി മസ്ജിദ്, ഇങ്ങനെ കുറേ അനുസ്മരണ ദിനങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അത് ഒഴിവാക്കുന്നുണ്ടോ? ബാബറി മസ്ജിദ് ദിനാചരണം നടത്തുന്ന സമയത്ത് പല സമയങ്ങളിലും എന്താണ് നടക്കുന്നത്? ഇവിടെ കോൺഗ്രസിന് താല്പര്യമില്ല, BJPക്ക് താല്പര്യമില്ല. പക്ഷേ പോലീസ് വലിയ തോതിൽ ജാഗരൂകരാകാറുണ്ട്, ബോംബ് സ്ക്വാഡ് വരാറുണ്ട്, പരിശോധന നടത്താറുണ്ട്. ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്നവർക്കറിയാം. ഒരു കാര്യം അനുസ്മരിക്കുമ്പോൾ സമൂഹം എങ്ങനെ പെരുമാറും എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്റ്റഡി കേസ് ഇത് തന്നെയാണ്. അവര് അതിൻ്റെ പേരിൽ ഒരു അക്രമം അല്ലെങ്കിൽ ഒരു പ്രശ്നം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയിലേക്കും പരിശോധനയിലേക്കും പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഒരു അനുസ്മരണമാണ്. ഈ അനുസ്മരണം എന്തുകൊണ്ടുവരുമെന്നാണ് പറയുന്നത്? കാലുഷ്യവും സംഘർഷവും അക്രമവും കൊണ്ടുവരുമെന്ന്. അതുകൊണ്ടാണ് സെക്യൂരിറ്റി കൂടുതൽ വിജിലന്റ് ആകുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇങ്ങനെ അനുസ്മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണെന്ന്. അങ്ങനെ ഉറപ്പ് പറയാൻ സാധിക്കുമോ? ഈ ട്രോമ റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ പൊതുജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും ഭാഗമായിട്ട് തന്നെ പോകുന്നതാണ്. അതിന് അനുകൂലമായി എത്രയോ പഠനങ്ങൾ കണ്ടെത്താൻ കഴിയും. ട്രോമ റിലീഫ് ചെയ്ത് കഴിഞ്ഞ വ്യക്തി മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതും സമൂഹം മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നതും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ജൂതന്മാരുടെ കാര്യം തന്നെ ആലോചിച്ചു. പീഡിപ്പിക്കപ്പെട്ട ജനതയാണ്. ഈ പീഡനങ്ങളും അടിച്ചമർത്തലുകളും എല്ലാം അവര് അതിജീവിച്ചത് എങ്ങനെയാണ്? അവർ പാസ്റ്റിൽ ജീവിച്ചല്ല, അവരുടെ പ്രസന്റ് നെയ്തെടുത്തുകൊണ്ടാണ്. പ്രസന്റ് നെയ്തെടുക്കുമ്പോൾ പലപ്പോഴും പാസ്റ്റിലെ പല കെടുതികളും വേദനകളും കുഴിച്ചു മൂടേണ്ടി വരും, മറക്കേണ്ടി വരും. നമ്മൾ വന്നിട്ടുള്ളതെല്ലാം മറന്നും പുറത്തും തന്നെയാണ്. നമ്മൾ തന്നെ ജീവിതത്തിൽ മറക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ദുഃഖം പലപ്പോഴും നമ്മൾ മറക്കുന്നത് നമ്മൾ സമയമെടുത്ത് തന്നെയാണ്. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ വിഭജനത്തിന്റെ ആവർത്തിക്കാതിരിക്കാനാണെന്ന്. അത് ശരിയായ വാദമേ അല്ല. കാരണം വിഭജനം ഒരിക്കലും ആവർത്തിക്കില്ല. ഇന്ത്യ വിഭജനമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ആവർത്തിക്കാനുള്ള സാധ്യത മാറിയിട്ടുണ്ട്. ഇത് ചരിത്രം റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു തെറ്റാണ് അദ്ദേഹം അവിടെ പറയുന്നത്. സൈഡ് ഗീസ്റ്റ് എന്ന് പറയുന്നത്, ടൈം സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓരോ കാലത്തിനും അതിൻ്റെതായിട്ടുള്ള ഇക്വേഷൻസും അതിൻ്റെതായിട്ടുള്ള ഉള്ളടക്കങ്ങളും ഉണ്ട്. അത് മറന്നുകൊണ്ട് അതേപടി ചരിത്രം ആവർത്തിക്കുമെന്ന് വാദിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യം വെച്ചുകൊണ്ട് ആ ചരിത്രത്തെ വിലയിരുത്തുന്നത് തെറ്റാണ്. ടൈം സ്പിരിറ്റ് നോക്കുക. ഇന്ത്യയിൽ ഇന്ന് എങ്ങനെയാണ് വിഭജനം? അന്ന് ഇന്ത്യ ഒരു രാജ്യമാകാനായിട്ട് പോകുന്നു, ഒരു കൊളോണിയൽ പാസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നു, ഒരു രാജ്യം എംബ്രിയോണിക് സ്റ്റേജിലാണ്. ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഷട്ടിലിംഗ് ഓഫ് പോപ്പുലേഷൻ നടക്കുന്നു, വർഗീയ ലഹളകൾ നടക്കുന്നു. ആ ഒരു സംഗതി ആവർത്തിക്കുക 21st സെഞ്ചുറിയിൽ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ, അത് യാതൊരു സാധ്യതയില്ലാത്ത കാര്യമാണ്. യാതൊരു മീൻസ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ. സുസജ്ജമായ ഒരു സൈന്യമുണ്ട് ഇന്ത്യക്ക്, ഒരു ആണവ ശക്തിയാണ്, ജനാധിപത്യമുണ്ട്, കോടതികളുണ്ട്, 4ാമത്തെ എക്കോണമിയാണ്. ഇവിടെ വീണ്ടും ഒരു വിഭജനം ഇതേപോലെ ഒരു സംഗതി റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അന്നത്തെ കാര്യങ്ങൾ ഓർക്കൂ എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല.
ചരിത്രം അങ്ങനെ ആവർത്തിക്കില്ല. ഇതൊരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ നിങ്ങൾ വിലയിരുത്തുമ്പോൾ ചരിത്രത്തിനെ അതേപടി റീപ്ലാന്റ് ചെയ്ത് ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം അല്ലെന്നുണ്ടെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ആകമാനം ഈ വോക്ക് എക്സ്ട്രീമിസം നടക്കുകയുണ്ടായി. ആ എക്സ്ട്രീമിസത്തിൽ പലപ്പോഴും എബ്രഹാം ലിങ്കന്റെയും തോമസ് ജെഫേഴ്സന്റെയും ഒക്കെ ഓർമ്മ സ്ഥലങ്ങൾ, സ്തൂപങ്ങൾ അടിച്ചു തകർക്കുകയുണ്ടായി. അതിന് പലതിനും പിന്നെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തേണ്ടി വന്നു. അതിനവർ പറഞ്ഞത് എബ്രഹാം ലിങ്കൻ റേസിസ്റ്റ് ആണ്, തോമസ് ജെഫേഴ്സൺ അടിമകളെ പീഡിപ്പിച്ചവനാണ്. അതോടൊപ്പം മഹാത്മാഗാന്ധി നമ്മളുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെയും എതിരെ വലിയ തോതിലുള്ള റേസിസം ആരോപണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെയൊക്കെ പല സ്തൂപങ്ങൾക്കും സെക്യൂരിറ്റി ഏർപ്പെടുത്തേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിലുള്ള സംഭവങ്ങളുടെ റിപ്പീറ്റ് ഇന്ന് അതേപടി പ്രതീക്ഷിക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു ചിന്തയാണ് പ്രശ്നം. നമ്മൾ ചരിത്രത്തിന്റെ ആനുകൂല്യം, ആ കാലഘട്ടത്തിന്റെ ആനുകൂല്യം അന്നത്തെ ജനതയ്ക്കും അന്നത്തെ ആൾക്കാർക്കും അന്നത്തെ എല്ലാവർക്കും കൊടുക്കണം. എബ്രഹാം ലിങ്കൺ അടിമകളുടെ വിമോചകനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം അന്നത്തെ കറുത്തവർഗക്കാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അവരുടെ താടിയെല്ലാം കുറച്ചുകൂടെ വികസിക്കേണ്ടതുണ്ട്, ചുണ്ടുകൾ കുറച്ചുകൂടെ നേർക്കേണ്ടതുണ്ട്, അവര് മനുഷ്യനെന്ന നിലയിൽ പരിണാമത്തിൽ കുറച്ചുകൂടെ ഉരുത്തിരിയേണ്ടതുണ്ട് എന്നുവരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അന്നത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്യാഹിതമായിരുന്നില്ല, അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം പരിണാമത്തിൽ പോലും വിശ്വസിക്കാത്ത ഒരു ബിബ്ലിക്കൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അടിമകളാകാം എന്ന് ബൈബിൾ പറയുന്നതിനെ ആഘോഷിച്ചിരുന്ന മനുഷ്യർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഈ വരികൾ ഇന്നെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് നിങ്ങൾ ടൈം സ്പിരിറ്റ് മറക്കുന്നത്. സൈറ്റ് ഗീസ്റ്റ് എന്ന് പറയുന്ന ആ ജർമ്മൻ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്, സ്പിരിറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ടൈം സ്പിരിറ്റ്. ഇവിടെ വിഭജനം ആവർത്തിക്കാതിരിക്കാൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹം ഇതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള സമവാക്യങ്ങൾക്കും ഉള്ളടക്കങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. അത് അപ്പടി റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് അത് മൂടോടെ എടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ ഓർത്ത് വീണ്ടും ഭീതിക്ക് അടിമയാവുക. ഇദ്ദേഹം പഠനത്തിന്റെ കാര്യം പറഞ്ഞു. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ലിറ്ററേച്ചറിലുണ്ട്. കഥാർസിസ് അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സിൽ പറയുന്ന ഒരു കാര്യമാണ്. ഭീതിയും സഹതാപവും ഇളക്കി വിട്ടുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഭീതിയും സഹതാപവും ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. അതാണ് ഈ ഹാംലെറ്റിലായാലും ഒഥല്ലോയിലേക്കും കഥാപ്രമേയം തന്നെ ഇതേപോലെ ഭീതിയും, അതായത് ഹോമിയോപ്പതിയുടെ അതേ തിയറിയാണ്. ഭീതി ഇളക്കി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ സഹതാപം ഇളക്കിക്കൊണ്ട് ഹിസ്റ്ററി ആവർത്തിക്കാതിരിക്കാൻ എന്നുള്ള വാദമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ ആദ്യമേ പറയുന്നു, ഹിസ്റ്ററി എങ്ങനെയാണ് അതേപടി ആവർത്തിക്കുക? അങ്ങനെ ആവർത്തിക്കാതിരുന്ന ചരിത്രങ്ങൾ എത്രയാണ്? യുദ്ധങ്ങൾ യുദ്ധങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ടോ? യുദ്ധങ്ങൾ സമാധാനങ്ങളെയും സമാധാനങ്ങൾ യുദ്ധങ്ങളെയുമാണ് ഉണ്ടാക്കുക. അതിന്റെ നേച്ചർ മാറാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അമിത്ഷായുടെ ഒരു പ്രസ്താവനയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. അത് താങ്കളുടെ വാദം ശരിയാണ് എന്നായിരിക്കാം. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. കോൺഗ്രസ് ആണ് വിഭജിച്ചത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഓക്കെ, എനിക്കറിയില്ല, ഈ യോഗി ആദിത്യനാഥ് പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ ഒരു രാജ്യമായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്നുള്ള അഭിപ്രായമാണോ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ തിരിച്ചു പറയാറുണ്ട്, അത് അന്ന് അത്രയും പോയത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരും ഈ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ചിലർ പറയുന്നത് ഞങ്ങളല്ല മുറിച്ചതെന്ന് പറയുന്നവരുണ്ട്. വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ. ഈ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ വെറുതെ നിർദ്ദേശം വെക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. നിർദ്ദേശം വെക്കുന്നു, വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആചരിക്കുന്നു, ഞങ്ങൾ ആചരിക്കുന്നു. അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു. ഈ വിഭജനത്തിന്റെ ഭീതി ദിനം ഇരകളെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇന്ത്യയിൽ ഉടനീളം നടന്നിരുന്നു. പക്ഷെ അത് ഭരണകക്ഷി അല്ലെങ്കിൽ സർക്കാരിന്റെ തലത്തിൽ ഔദ്യോഗിക പരിപാടിയായിട്ട് സ്റ്റേറ്റ് പോളിസിയായിട്ട് നടന്നിട്ടില്ല. അവിടെ രാഷ്ട്രീയ എതിരാളികളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നരേറ്റീവുകൾ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ ചില സാമൂഹിക വിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അവർ മൂലമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനുസ്മരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. ഇനി അല്ലാതെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഭാഗത്തിനോ പാർട്ടിക്കോ പ്രശ്നവും ഇല്ലാതെയാണ് ഇത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ചർച്ച, ഈ സംവാദം തന്നെ ഇവിടെ ആവശ്യമില്ല. കാര്യം ഇങ്ങനെ ഒരു സംവാദം ഉണ്ടാവുമായിരുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടും
അതിലൊരു ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇതൊരു സംവാദ വിഷയമായിട്ട് ഇവിടെ പോലും തീർന്നത്. അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് മറന്നു പോവുകയാണ്. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. താങ്ക് യു സാർ. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അറിയിപ്പുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ളവർ പുറകിലെ വലതുവശത്തു കൂടി ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മുൻവശത്തിലെ ഫ്രണ്ടിലൂടെ തന്നെ തിരികെ വരേണ്ടതാണ്. ദെൻ വാദങ്ങൾ അവതരിപ്പിക്കുവാനും എതിർവാദങ്ങളെ ഖണ്ഡിക്കാനുമുള്ള അവസാന റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കരെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഹോളോകോസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും തവണ പറഞ്ഞിട്ടും അദ്ദേഹം അതേ വാദത്തിൽ തന്നെ വീണ്ടും നിൽക്കുകയാണ്. ഹോളോകോസ്റ്റ് ഡിനയൽ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ദുരിതം അങ്ങനെ ഉണ്ടായിട്ടേയില്ല, നമ്മൾ അതിനെ പൂർണ്ണമായും തമസ്കരിക്കുന്നു എന്ന് തന്നെയാണ്. വിഭജന ഭീതി ദിനം അനുസ്മരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിലൂടെ ആരൊക്കെയാണോ ഓർമ്മപ്പെടേണ്ടത് അത് വേണ്ട എന്നാണ് പറയുക. വിഭജന ഭീതി ദിനം അനുസ്മരിച്ചാൽ എന്താ കുഴപ്പം? അത് ഏത് ഞരമ്പിനെയാണ് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നത്? വിച്ച് നെർവ് ഡസ് ഇറ്റ് ടച്ച്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ശാസ്ത്രീയ പഠനത്തിന് ഇങ്ങനെയുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കളക്റ്റീവ് മാസ് മെമ്മറി ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ റെക്കറൻസ് ഉണ്ടാകാതിരിക്കുന്നതിനും റിക്കൺസിലിയേഷന് വേണ്ടിയും സാധിക്കുമെന്നുള്ള ശാസ്ത്രീയ പഠനം പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കേണ്ടത് സാഹിത്യത്തിലെ കഥാർസിസ് കൊണ്ടല്ല. അതിനെ ഖണ്ഡിക്കേണ്ടത് സൈക്കോളജിക്കലായിട്ടുള്ള സ്റ്റഡീസ്, വളരെ വാല്യൂസ് ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൂലിക്ക് എഴുതുന്ന ആൾക്കാരല്ല ഈ പഠനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാദം അത്രത്തോളം ദുർബലമാണെന്ന് ആവർത്തിക്കേണ്ടി വരും. അനുസ്മരിച്ചാൽ ഇങ്ങനെയുള്ള ദുരന്ത സംഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുമോ ഇനിമേലിൽ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം ബാബറി മസ്ജിദ് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെയാണ് പ്രശ്നം. ബാബറി മസ്ജിദ് അനുസ്മരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള റിക്കൺസിലിയേഷൻ പരിപാടിയുടെ ഭാഗമല്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്ത് സംഭവിക്കും? ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ കൊണ്ടുവരില്ല, റിക്കൺസിലിയേഷന് വേണ്ടി ആൾക്കാരെ കൊണ്ടുവരില്ല, ട്രോമ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. മറിച്ച് കേവലം വർഗീയ വിദ്വേഷ പ്രചരണം ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും മറുഭാഗത്തു നിന്ന് തിരിച്ചും സംഭവിക്കും. അവിടെയാണ് സ്റ്റേറ്റിന്റെ ആചരണം വേണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി. അദ്ദേഹം സ്വന്തം പോസ്റ്റിലേക്കാണ് ഗോളടിച്ചത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അടുത്തത്, ഇങ്ങനെ ദിനങ്ങൾ ആചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ, അതൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കണോ വേണ്ടയോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഏതാനും കോട്ട്സ് പറയാം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ പൊസിഷൻസ് ഓഫ് പവറിൽ ഇരുന്നിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തിനെ കളക്റ്റീവായി കൂട്ടായ ചർച്ചകളിൽ കൂടി എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങൾക്കൊരു ചെറിയ രൂപം കിട്ടുന്നതിന് വേണ്ടി. അതിലൊന്ന്, റുവാണ്ടയിലെ ജനസൈഡിനെ പറ്റി ഞാൻ പറഞ്ഞു. റുവാണ്ടയിൽ ഉണ്ടായിരുന്ന 100 ദിവസത്തിൽ 10 ലക്ഷം ആൾക്കാരെ കൊന്ന ജനസൈഡിൻ്റെ 20ാം ആനിവേഴ്സറിയിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ അമേരിക്കൻ അംബാസിഡറായിട്ടുള്ള സമന്ത പവർ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നോ വേർഡ്സ് ക്യാൻ ഹീൽ ദ വൂൺസ് ഓഫ് സച്ച് ട്രാജഡി. നമ്മൾ എത്ര ആവർത്തിച്ച് എന്ത് പറഞ്ഞാലും അങ്ങനെയുള്ള ദുരന്തങ്ങളുടെ വേദന മാറില്ല. ബട്ട് സൈലൻസ് വൂൺസ് ഈവൻ മോർ ഡീപ്ലി. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് ശബ്ദിക്കാതെ ഇരുന്നാൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശബ്ദമുണ്ടാകാതെ ഇരുന്നാൽ അത് കൂടുതൽ വലിയ മുറിവുകളാണ് ഉണ്ടാക്കുക. To remember is to take responsibility that next time we will not look away. എത്ര പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. To remember is to take responsibility that the next time we will not look away. ഞാനിതിനെ ഓർക്കുന്നത്, ഇനി ഇതുണ്ടായാൽ ആ സമയത്ത് ഞാനിതിനെ അവഗണിക്കില്ല, ഞാനിതിൽ ഇടപെടും എന്ന് പറയുകയാണ്. മറ്റൊന്ന്, UN സെക്രട്ടറി ജനറൽ ആയിരിക്കവേ 2019 അന്റോണിയോ ഗുട്ടേറസ്, റിമെമ്പറൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആർ ദ സ്ട്രോങ്ങസ്റ്റ് ഡിഫൻസസ് എഗെയിൻസ്റ്റ് റിപ്പീറ്റിംഗ് ദ ഹൊറേഴ്സ് ഓഫ് ദ പാസ്റ്റ്. ഓർക്കണം, അതിനെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി പുതിയ തലമുറയിലേക്ക് കൊണ്ടുപോകണം. കാരണം അത് ഹൊറേഴ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ഹൊറേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിന്ന്
നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അതിന് തൊട്ട് മുമ്പ് UN-ന്റെ സെക്രട്ടറി ജനറലായിരുന്ന ബാൻ കിമൂൺ, റിമെമ്പറൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആർ അവർ സ്ട്രോങ്ങസ്റ്റ് ടൂൾസ് ടു പ്രിവെന്റ് ഫ്യൂച്ചർ ജനസൈഡ്സ്. ഓർക്കുക, പഠന വിഷയമാക്കുക, ഭാവിയിൽ വംശഹത്യകൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ. By remembering and learning about these horrors, we honor the victims and renew our faith in humanity. സമന്ത പവർ പറഞ്ഞിരുന്ന അതേ കാര്യം. Next time it happens, I assure you that I will not look away. പിന്നെ പോൾ കഗാമെ, അദ്ദേഹം റുവാണ്ടയിലെ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞതിന് ശേഷം ടുട്സികൾ അധികാരത്തിൽ വരുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ആയ ആളാണ്. അദ്ദേഹം പറയുന്നത്, റിമെമ്പറിങ് ഈസ് നോട്ട് an act of self-pity. It is an act of strength. In remembrance, we find the power to forgive. ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കും. ഇവിടെയാണ് സ്റ്റേറ്റ് റിക്കൺസിലേഷൻ്റെ പ്രാധാന്യം. ടു റീബിൽഡ്, നമ്മൾ വീണ്ടും ഒന്നിച്ച് നമ്മുടെ രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. ആൻഡ് ടു റിന്യൂ അവർ കമ്മിറ്റ്മെന്റ് ദാറ്റ് നെവർ അഗെയിൻ ഷാൽ അവർ ഹ്യൂമാനിറ്റി ബി ബിട്രേഡ്. നമ്മുടെ മനുഷ്യത്വം ഒരിക്കലും വഞ്ചിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത് ചെയ്യും. ഇത് പറയുന്നത് ചെറിയൊരാളല്ല. ഈ പറഞ്ഞിരിക്കുന്ന റുവാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്ന പോൾ കഗാമയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 100 ദിവസത്തെ ആചരണം ആ രാജ്യത്ത് നടത്തിയതും ആ രാജ്യത്തിനെ ആഫ്രിക്കയിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രീസ് വിത്ത് കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ പോലീസ്, സേഫ് ടു ഡു ബിസിനസ്, ഇതെല്ലാം ആക്കി മാറ്റിയിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഈ ശ്രമങ്ങളുടെ ഭാഗമാണ്. വൈഡ്ലി അക്നോളജ്ഡ് ആയിട്ടുള്ള, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പറയുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ രാജ്യം. അതായത് പോൾ കഗാമെ പണ്ട്, അതിനുശേഷം ഇത് നടന്നതിന് ശേഷം ഈ ടുട്സിയുടെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ജർമ്മനി, നാറ്റ്സികൾ ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നിരിക്കുന്ന ജർമ്മനി, ജർമ്മൻ ജൂതന്മാരെയും കൊന്നിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി ആചരണം നടത്താൻ 50 വർഷങ്ങൾക്ക് ശേഷം ജർമ്മനി തീരുമാനിച്ചപ്പോൾ ജർമ്മൻ ഫെഡറൽ പ്രസിഡന്റ് റോമൻ ഹെർസോഗ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വി നീഡ് ടു കീപ് ദ മെമ്മറി ഓഫ് നാഷണൽ സോഷ്യലിസംസ് അട്രോസിറ്റീസ് അലൈവ്. നാറ്റ്സികൾ നടത്തിയിരുന്ന വംശഹത്യ, അവരുടെ ക്രൂരത, അത് എത്രത്തോളം കഠിനമായിരുന്നു എന്നതിൻ്റെ ഓർമ്മ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. ടു പ്രിവെന്റ് ദെയർ റെപ്പറ്റീഷൻ, അതിനെ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി, പർട്ടിക്കുലർലി ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ അത് ചെയ്യണം, ആൻഡ് അവയർനെസ്, ബോധവൽക്കരണത്തിലൂടെ ചെയ്യണം, ഓഫ് ദി ഏർലി സ്റ്റേജസ് ഓഫ് റേസിസം ആൻഡ് ടോട്ടാലിറ്റേറിയനിസം. വംശീയതയെക്കുറിച്ച്, സമഗ്ര ഏകാധിപത്യത്തെക്കുറിച്ച് ഒക്കെയുള്ള നാമ്പുകൾ മുട്ടിടുന്ന സമയത്ത് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ കേവലം വന്നിട്ട് ഇതിനെ ഡിനൈ ചെയ്ത് ഫ്ലാറ്റായിട്ട് പോകുന്ന ആൾക്കാരല്ല, മറിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പോളിസികൾ ഉണ്ടാക്കി ഇംപ്ലിമെൻ്റ് ചെയ്ത് സക്സസ് ആക്കിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഇന്ത്യയിലും നേരത്തെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പോലും പാർട്ടീഷൻ ഹൊറേഴ്സ് അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാർട്ടീഷൻ അതിൻ്റെ ഹൊറേഴ്സ് അനുഭവിച്ച പഞ്ചാബിൽ 2017 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കവേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു പാർട്ടീഷൻ മ്യൂസിയം സ്ഥാപിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ വസ്തുവകകൾ, അന്നത്തെ ചിത്രങ്ങൾ, ആർട്ട് ഇൻസ്റ്റലേഷനുകൾ, അന്ന് ആൾക്കാർ ടെൻറ്റുകൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന തുണിത്തരങ്ങൾ, ഷീറ്റുകൾ, ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കർത്തവ്യമായിട്ട് ഏറ്റെടുത്ത് തൊട്ട് മുമ്പത്തെ സർക്കാർ തുടങ്ങിയിരുന്ന പദ്ധതിയാണെങ്കിലും അതിനെ വിപുലീകരിച്ച് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ്. ഇനി അദ്ദേഹം ചോദിച്ചു, നമ്മൾ ഈ ആചരണത്തിൽ അതിൽ കാര്യമുണ്ടോ? വിഭജനം ഇനി ആവർത്തിക്കുമോ? ഇന്നത്തെ കാലത്ത് ഇത് ആവർത്തിക്കുമോ? നമുക്ക് സൈന്യമുണ്ട്, നമുക്ക് കോടതികളുണ്ട്, നമുക്ക് ഭരണഘടനകളുണ്ട്, ഒരു വിഭജനത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന എല്ലാമുണ്ട്. കഴിഞ്ഞ 1990 മുതൽ ഇന്ന് വരെ 35 വർഷത്തിൽ ഈ ലോകത്ത് എത്ര പുതിയ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? 35 വർഷത്തിൽ ഈ ലോകത്ത് 34 പുതിയ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഏതോ റാഡ്ക്ലിഫുമാരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പെൻസിലുകൾ അവരുടെ ടേബിളിൽ നിരത്തിയിരുന്ന ഭൂപടത്തിൽ കൂടി ചുരുങ്ങിയത് 3 ഡസൻ തവണയെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തികളെ, മണ്ണുകളെ ഭേദിച്ച് ഇങ്ങനെ ഓടിയിട്ടുണ്ട്. അതിൻ്റെ ദുരിതം അനുഭവിച്ച ആൾക്കാരുമുണ്ട്, സമാധാനപരമായി റിക്കൺസിൽ ചെയ്തിരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ കോടതികൾ ഇല്ലാഞ്ഞിട്ടല്ല, പോലീസ് ഇല്ലാഞ്ഞിട്ടല്ല, സംവിധാനങ്ങൾ, പട്ടാളങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യത എന്നത് ഏത് നിമിഷവും സാധ്യമാണ്. നമ്മുടെ അയൽവക്കത്തുള്ള രാജ്യങ്ങളിൽ ഭരണഘടന ഇല്ലാഞ്ഞിട്ടാണോ? പോലീസ് ഇല്ലാഞ്ഞിട്ടാണോ?
ഏറ്റവും കടുത്ത അനാർക്കി ബംഗ്ലാദേശിൽ ഉൾപ്പെടെ, ശ്രീലങ്കയിൽ ഉൾപ്പെടെ, അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ ഏതെല്ലാം രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നു, നേപ്പാളിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഭരണഘടന ഇല്ലാഞ്ഞിട്ടല്ല, പോലീസ് ഇല്ലാഞ്ഞിട്ടല്ല, പട്ടാളമില്ലാഞ്ഞിട്ടല്ല, സംവിധാനങ്ങളില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നത് ക്ലീഷേഡ് ആണ് എങ്കിലും അതുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ഭൂതകാലത്തിനെ പറ്റി നമ്മൾ പഠിക്കാതെ അതിൻ്റെ വരുതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദുരിതങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെ കേവലം ഡിനയൽ എന്ന യുക്തി കൊണ്ട് നമുക്കൊരിക്കലും നേരിടാനും സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ വാദം. നന്ദി. താങ്ക് യു. തൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും അവതരിപ്പിക്കാനുള്ള അവസാന റൗണ്ടിലേക്ക് ശ്രീ രവിചന്ദ്രനെ ക്ഷണിക്കുന്നു. ഈ ഹോളോകോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്ന് പറയുന്നതും അത് ഔദ്യോഗികമായി അനുസ്മരിക്കാതിരിക്കുന്നതും രണ്ടാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബാബറി മസ്ജിദ്, ഞാൻ സെൽഫ് ഗോൾ അടിച്ചു എന്ന്. ബാബറി മസ്ജിദ് അനുസ്മരിക്കുമ്പോൾ വിറയ്ക്കുന്നു, ഭീതിയിൽ അടിപ്പെടുന്നു എന്നാണ് വന്നത്. അദ്ദേഹം പറയുന്ന വാദത്തിന് എതിരായിട്ടുള്ള വാദമാണ്. അദ്ദേഹം പറയാണ് അത് സ്റ്റേറ്റ് അല്ല ഏർപ്പെടുത്തിയിരിക്കുന്നത്, അത് ചില കമ്മ്യൂണൽ ഫോഴ്സസ് ആണ്, അതുകൊണ്ട് കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാവുന്നു, കാലുഷ്യം ഉണ്ടാവുന്നു, അതുകൊണ്ടാണ്. ഒരു അനുസ്മരണം ഏർപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ സ്വർണ്ണസൂചിയാണെങ്കിലും കണ്ണിൽ കൊണ്ടാൽ മുറിയും എന്നല്ലേ നമ്മൾ പറയുക. ഇപ്പൊ സ്റ്റേറ്റ് ഏർപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാകാതിരിക്കണം, പ്രശ്നം ഉണ്ടായി, അപ്പൊ അതും ശരിയല്ല. ഇപ്പോൾ സിഖ് കലാപം അല്ലെങ്കിൽ സിഖ് കൂട്ടഹത്യ അല്ലെങ്കിൽ സിഖ് ജനോസൈഡ് 1984 അത് അനുസ്മരിക്കുന്നതിന് കോൺഗ്രസിന് ആവേശമില്ല, പക്ഷെ BJP നല്ല ആവേശമാണ്. ഗുജറാത്ത് കലാപം, അതിൻ്റെ ഓർമ്മകൾ വലിയ ആവേശത്തോടെ ആഘോഷിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്, പക്ഷെ BJP വലിയ താല്പര്യമില്ല. ഇവിടെയെല്ലാം ശരിക്കും വരുന്നത് കേവലമായ ഒരു പാസ്റ്റിലെ ഒരു കെടുതി ആചരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, പോളറൈസേഷനായിട്ട് ഉപയോഗിക്കുക. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ നമുക്കറിയാം, ഒരു വിഭാഗം ഒറ്റയടിക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്ന രീതിയാണ് ധ്രുവീകരണം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാവാം, ഭാഷാ അടിസ്ഥാനത്തിലാവാം, മത അടിസ്ഥാനത്തിലാവാം, ജാതി അടിസ്ഥാനത്തിലാവാം. അപ്പൊ ഇത്തരം ധ്രുവീകരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ സമൂഹത്തിൽ നല്ലതല്ല. ഇന്നിപ്പോ കേരളത്തിന്റെ അവസ്ഥ തന്നെ നോക്കുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിറക്കാൻ പറ്റില്ല, കാരണം ഉടനെ അങ്ങ് ധ്രുവീകരിക്കപ്പെടുകയാണ്. സംവിധായകന്റെ പേരും നടന്റെ പേരും ഒക്കെ അങ്ങ് ധ്രുവീകരണങ്ങളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വസ്തുതകൾ, ആ പടത്തെക്കുറിച്ചുള്ള അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള സംസാരമൊന്നും വരില്ല. മറിച്ച് റിലീജിയസ് ലൈനില്, കാസ്റ്റ് ലൈനില്, പൊളിറ്റിക്കൽ ലൈനില് ആളുകൾ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുന്നു, തുപ്പിക്കളിക്കുന്നു. ഇത്തരം ധ്രുവീകരണത്തിന് കാരണമാകുന്ന രീതിയിൽ ഒരു അനുസ്മരണം ഇവിടെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് എന്റെ റിസൾട്ട് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ ഇത് വെച്ച് ഭീതി ഓർത്തുകൊണ്ട് ഞെട്ടി വിറച്ചുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ റിസൾട്ട് നോക്കുക, അത് നിങ്ങൾക്ക് അനുകൂലമല്ല. പിന്നെ ഈ വിഭജനം ഒരുപാട് രാജ്യങ്ങളുണ്ടായി. വിഭജനം ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ചേരും, ബാൾക്കനൈസേഷൻ ഉണ്ടാവും, കുറെ രാജ്യങ്ങൾ ചേർന്ന് ഒരുമിച്ച് ഒരു യൂണിയൻ ആവും അല്ലെങ്കിൽ ഒരു രാജ്യമാകും. അത് ലോക ചരിത്രത്തിൽ എമ്പാടും ഉണ്ടായിട്ടുള്ളതാണ്. ഇത് വിഭജനം ഉണ്ടാവില്ലെന്നല്ല, വിഭജനത്തോടനുബന്ധിച്ച കലാപങ്ങളും കെടുതികളും കൂട്ടക്കൊലകളും അത് അതേപടി റീക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള അല്ല റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ വിഭജനം ഉണ്ടായിട്ടില്ല, അത് നോക്കി ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു വാദമാണെന്ന് പ്രത്യേകം പറയേണ്ടത്. ഇനി മാത്രമല്ല, ഈ ചരിത്രം റീസൈക്കിൾ ചെയ്യുന്നതിലൂടെ എന്താണ് BJP സർക്കാർ ഉദ്ദേശിക്കുന്നത്? അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ടാകുക. ഉദാഹരണമായിട്ട് ഇപ്പോ കേരളത്തിൽ തന്നെ 1-2 സംഭവങ്ങൾ ഞാൻ എടുത്തു പറയാം. ഞാൻ ഈ അടുത്തിടെ DC ബുക്സിന്റെ ഒരു സംവാദം ശ്രദ്ധിക്കേണ്ടായി. അത് മലബാർ കലാപത്തെ കുറിച്ചുള്ള ഒരിതാണ്. അപ്പൊ അതിനകത്ത് 4 പ്രാസംഗികർ അല്ലെങ്കിൽ 4 പേര് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അല്ലെ 4 പേര്, അതെ 4 പേര്, മോഡറേറ്റർ ഉൾപ്പെടെ 4 പേര്, എൻ്റെ ഓർമ്മ ശരിയാണ്. 4 പേരും പറയുന്നത് ഇതെന്താണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്? മലബാർ കലാപം പോലും
ഈ കലാപം എന്നൊക്കെ ഇതിന് ടൈറ്റിൽ കൊടുക്കുന്നത് ശരിയാണോ? ഇത് സ്വാതന്ത്ര്യ സമരമല്ലേ? അതായത് ഒരു തൊട്ടു മുന്നേ നടന്ന ഒരു കാര്യം, ആ കാര്യം പറഞ്ഞു കൊണ്ടുവന്ന് ആചരിച്ചും അനുസ്മരിച്ചും നരേറ്റീവുകൾ ഉണ്ടാക്കിയും ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ 4 പേര് കയറി ഇരുന്ന് ചോദിക്കുകയാണ്, അതിനെ എങ്ങനെ ഒരു കലാപം എന്ന് വിളിക്കും? സ്വാതന്ത്ര്യ സമരം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതേ ടെക്നിക്കാണ് നമ്മൾ ഇവിടെയും കാണാൻ പോകുന്നത്. ഈ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും ചില വിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും ഇത്തരത്തിലുള്ള നരേറ്റീവ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളാണ് രാജ്യത്തെ കീറിമുറിച്ചത്, നിങ്ങളാണ് മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം എന്നുള്ള രീതിയിലുള്ള ഒരു വിഭാഗീയമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കുകയാണ്. ഞാൻ ഈ മലബാർ കലാപത്തെക്കുറിച്ച് പറയുന്നു. മലബാർ കലാപം എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം ആവുന്നത്? ഒന്നാമത് ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം അല്ല, ബ്രിട്ടീഷുകാരുമായിട്ട് വളരെ റെക്കൺസിലിയേറ്ററി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റ്. ബ്രിട്ടീഷുകാരോട് അപേക്ഷിക്കുകയായിരുന്നു. അവർ 2 ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ കാലിഫേറ്റ് റദ്ദാക്കാൻ പാടില്ല, മക്കയും മദീനയും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം എന്നുള്ള 2 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരോട് അത് ഇടപെടണം, അനുകൂലമായി ഇടപെടണം എന്നാണ് ഖിലാഫത്ത് ആവശ്യപ്പെട്ടത്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ പോലും ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഖിലാഫത്തിനെ നീക്കം ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ചതിൽ ഫ്രാൻസും അതേപോലെ ഇറ്റലിയൊക്കെ പോലുള്ള രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരേക്കാൾ കൂടുതൽ അതിനകത്ത് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാരോട് ആവശ്യം പ്രീ പെറ്റീഷൻ എന്നുള്ള ആ ഗോഖലെയുടെ കാലഘട്ടത്തിലെ അതേ വാദമാണ് അവിടെ ഉന്നയിച്ചത്. അപ്പൊ ഒരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല. പിന്നെ അവിടെ അതിന് ഫലമായിട്ടുണ്ടായത് മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. രാജ്യത്തിന് വേണ്ടിയോ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടിയോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയോ ഐഡിയോളജിക്കലായിട്ടോ സ്ട്രക്ചറലായിട്ടോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇന്നിങ്ങനെ പറഞ്ഞു വരുമ്പോ അധികാരവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് അവസാനം വരുമ്പോൾ ഇതെന്താ വരുന്നത്? ഇത് സ്വാതന്ത്ര്യ സമരമാണ്. സെയിം വേണമെങ്കിൽ പുന്നപ്ര വയലാർ, അതും വിടേണ്ട കാര്യമില്ല, അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നു. അതിന് 6 മാസത്തിന് മുന്നേ 8 മാസത്തിന് മുന്നേ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു പ്രഖ്യാപിച്ചതാണ്. തിരുവിതാംകൂറിനെതിരെ നടന്ന ഒരു സായുധ സമരമാണ്. അതിനകത്ത് കൊല്ലപ്പെട്ട ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അതെല്ലാം ഇൻഫ്ലേറ്റഡ് ആണ്. ഇത് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇതങ്ങ് ആചരിക്കുകയാണ്. ആചരിച്ച് കുറെ കഴിയുമ്പോൾ ഈ ചരിത്രം മൊത്തത്തിൽ അങ്ങ് മാറ്റുകയാണ്. ഇവിടെയും BJP ഗവൺമെന്റ് ചെയ്യുന്ന ഇതേ കാര്യം തന്നെയാണ്. ഞാൻ പറയുന്ന വിഭജനം മറക്കേണ്ട സംഭവമാണ്. അതൊരുപാട് രാജ്യത്ത് അത് ഓർക്കുമ്പോൾ, നിങ്ങളിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുൻഗാമികളെ അവരുടെ മുൻഗാമികൾ കൊന്നു എന്നുള്ള കഥ കേൾക്കുമ്പോൾ ഒരു 100 പേര് കേൾക്കുമ്പോൾ 50 പേർക്ക് ഒന്നും തോന്നില്ലായിരിക്കും. ഒരു പക്ഷെ ചിലർക്ക് വൈകാരികമായ ഉദ്ദീപനങ്ങളും പ്രതികാര വാഞ്ചകളും ഉണ്ടാവും. അത് പ്രതികാര രാഷ്ട്രീയത്തിന് കാരണമാണ്. നിങ്ങൾ ചരിത്രം ഒരിക്കലും ഇതേ കണക്ക് വർത്തമാനത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യരുത്. ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള അൺട്രസ്റ്റ് എന്നുള്ളത് അത് അനുസ്മരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നെറ്റ് റിസൾട്ടിനേക്കാൾ മോശമാണെങ്കിൽ ഒരിക്കലും ചരിത്രം നിങ്ങളിങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പാടില്ല. BJP എക്സാക്ട്ലി, ഞാൻ BJPയുടെ കാര്യം പറയാൻ കാര്യം, BJP ഗവൺമെന്റ് അല്ലെങ്കിൽ BJP എന്നൊരു പാർട്ടി അല്ലെങ്കിൽ ജനസംഘം എന്നൊരു പാർട്ടി ഈ ഒരു സംഗതി either as a slogan or as a creed or as a manifesto, they never raised it. പക്ഷേ ഇതുകൊണ്ട് അവർക്കൊരു പ്രയോജനമുണ്ട്, പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കൽ പ്രയോജനം ഉണ്ടാകുമ്പോൾ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഫോൾട്ട് ലൈൻസ്, നമ്മുടെ സമൂഹത്തിൽ ഫോൾട്ട് ലൈൻസ് ഉണ്ട്, അദൃശ്യമായ വിഭജന രേഖകൾ. നിങ്ങൾ ഹാർമണി, മോദി പറഞ്ഞു ഹാർമണി ഉണ്ടാക്കാനാണ് ഇത് കൊണ്ടുവന്നത്. ഹാർമണി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒന്ന് എങ്ങനെയാണ്? മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. അവസാനം ഇതൊരു മോശം രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, എതിർപ്പുണ്ടാക്കുന്നത്. ഹാർമണി ഉണ്ടാക്കാനാണെങ്കിൽ പറയോ ശരി, വിഭജനം നടന്നു കഴിഞ്ഞു, അതിൽ കുറ്റക്കാരും വാദികളും പ്രതികളും ഇല്ല, നിർഭാഗ്യകരമായ സംഭവം, നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. ആ രീതിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ എതിർപ്പാട് ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ പറയുന്നു കോൺഗ്രസ് ആണ് വെട്ടിമുറിച്ചത്, മറ്റു ചില വിഭാഗങ്ങളാണ് ഇത് ചെയ്തത്, ഒരിക്കലും ഇന്ത്യ ഇനി ഇസ്ലാമിന്റെ പേരിൽ വിഭജിതമാകില്ല എന്നൊക്കെയുള്ള സന്ദേശമൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എതിർപ്പുണ്ടാവും. ആ ഒരു വിഭജനം അല്ലെങ്കിൽ ആ ഒരു ഭീതി നിങ്ങൾ റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ സമൂഹത്തിൽ അത് ഗുണകരമാവില്ല. ഈ റുവാണ്ടയിലെ കാര്യം ഇദ്ദേഹം പറയുന്നു. ഈ സൈലൻസ് ആണെങ്കിലാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നമില്ല. ഒരു കാര്യം ആദ്യം റുവാണ്ട ആയാലും ഹോളോകോസ്റ്റ് ആയാലും ഹോൾഡമോർ ആയാലും ഏത് രീതിയിലുള്ള ദുരന്തങ്ങളായാലും അത് ആഘോഷിക്കുമ്പോൾ അത് സംബന്ധിച്ചൊരു പൊതു സമവായവും അതിൽ ആരെയും കുറ്റക്കാരോ അല്ലെങ്കിൽ ആരെയും ഇരകളോ ആക്കുന്ന രീതിയിലുള്ള
ഒരു ഡിവിഷണൽ പൊളിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആഘോഷിച്ചു പോവുകയോ ആചരിച്ചു പോവുകയോ അനുസ്മരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇതിന്റെ സിലബസും ഇതിന്റെ ഇന്റന്റും ഇത് കൊണ്ടുവന്ന രീതിയും അതിന്റെ സ്വഭാവമാണ് പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം എത്ര പറഞ്ഞാലും ഈ ഒരു വിഷയം ഇവിടെ ഒരു വേദിയിൽ ചർച്ചയ്ക്ക് വരുന്നത് തന്നെ അതുകൊണ്ടാണ്. വിഭജന ഭീതി ദിനം അനുസ്മരിക്കണോ എന്നൊരു ചോദ്യം എങ്ങനെയാ വരുന്നത്? ഇദ്ദേഹം പറയുന്ന സദ്ഫലങ്ങൾ മാത്രമാണ് ഇതിനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ സതുദ്ദേശം മാത്രമാണ് ഉള്ളതെങ്കിൽ ആക്ച്വലി അങ്ങനെ ഒരു വിഷയമോ അങ്ങനെ ഒരു കാലുഷ്യമോ അങ്ങനെ ഒരു സംഘർഷമോ ഉണ്ടാവില്ല. മറിച്ച് ഉണ്ടായി എന്നുള്ളതിൽ നിന്ന് ഇത് ബന്ധപ്പെട്ട ഇത് അനുസ്മരിക്കാനായിട്ട് ഓൾ ഓൺ എ സഡൻ തലയെ തേങ്ങ വീണത് പോലെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 21 മോദിക്ക് അത് തോന്നി. മോദിക്ക് തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങൾ തോന്നിയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ള ഇതിലാണ് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ സമയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്താണ് നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വെക്കുന്ന നരേറ്റീവ്? നിങ്ങളുടെ നരേറ്റീവ് എന്ന് പറയുന്നത് പാർട്ടിസാൻ നരേറ്റീവ് ആണ്. അത് ഡിവിഷണൽ ആയിട്ടുള്ള ഡിവിസീവ് ആയിട്ടുള്ള നരേറ്റീവ് ആണ്. ആ നരേറ്റീവ് യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന പോസിറ്റീവ്സ് ഒന്നും ഈ സമൂഹത്തിൽ കൊണ്ടുവരില്ല. മറിച്ച് സംശയവും കാലുഷ്യവും സ്പർദ്ധയും എതിർപ്പുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. താങ്ക് യു. താങ്ക് യു സാർ. ഉപസംഹാരമാണ് അടുത്തതായിട്ടുള്ളത്. ആദ്യം വിഷയം അവതരിപ്പിച്ച ആൾ അവസാനമാണ് ഉപസംഹരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ വാദങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇതുവരെ നിങ്ങൾ അവതരിപ്പിച്ചുള്ള വാദങ്ങൾ വളരെ സമഗ്രമായും വ്യക്തമായും അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉപസംഹാരത്തിൽ ചെയ്യേണ്ടത്. ആദ്യമായി ഉപസംഹരിക്കുന്നതിന് വേണ്ടി ശ്രീ രവിചന്ദ്രൻ സിയെ ക്ഷണിക്കുന്നു. പുതിയ വാദങ്ങളൊന്നുമില്ല. ആദ്യമായി ഇങ്ങനെ എനിക്കൊരു വേദി, ഇവിടെ ഇങ്ങനെ ഒരു ഡിബേറ്റിന് അവസരം തന്ന എസൻസ് ഗ്ലോബലിനും ഇത്രയും നേരം വളരെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്ന ഏതാണ്ട് പുറത്തു പോയവരെല്ലാം തന്നെ തിരിച്ചു വന്നു എന്ന് തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഡിബേറ്റ് തുടങ്ങിയപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം സഹസംവിധായകൻ, അതോടൊപ്പം ഹരീഷ് തങ്കം, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ വിജയിയുടേതായിട്ടുള്ള കാര്യമാണ്. അത് റിലേറ്റഡ്, പുതിയ പോയിന്റ് ഒന്നുമല്ല. ഈ ഭരണവർഗം സ്വാധീനത്തിലിരിക്കുന്നവൻ ശക്തൻ, അവനാണ് പലപ്പോഴും ചരിത്രം രചിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ചരിത്രം രചിക്കാനായിട്ടുള്ള അവസരം പല പല ഭരണകർത്താക്കൾക്കും അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള മനുഷ്യർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അവരതെടുത്ത് ഉപയോഗിക്കും. അവരുപയോഗിക്കുമ്പം അതിന് വിധേയമാക്കപ്പെടുന്ന സമൂഹത്തിൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ കാണാതിരുന്നുകൂടാ. ഇപ്പൊ ചരിത്രത്തിൽ ജീവിക്കുക എന്നുള്ളത് ഞാനൊരു വലിയ തെറ്റായിട്ട് തന്നെ കാണുന്ന ഒരാളാണ്. ഞാൻ ഈ ചരിത്രം അറിയുക, അത് ഉൾക്കൊള്ളുക, ചരിത്രത്തിൽ ജീവിക്കാതിരിക്കുക എന്നുള്ളത്. വിഭജനം ഉണ്ടായിട്ടുണ്ട്, അതൊരു ദുരന്തമായിരുന്നു, നിർഭാഗ്യകരമായിരുന്നു, അതിഭീകരമായിരുന്നു. പക്ഷെ അത് ഓർത്ത് നമ്മൾ നിരന്തരം എല്ലാ വർഷവും സ്വാതന്ത്ര്യത്തിന്റെ തൊട്ട് തലേ ദിവസം ഭയം നമ്മളിൽ ജനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളത് ഓർത്ത് പരിതപിക്കണം. ഇത് ഒരു മതാത്മകമായ ഒരു സംഗതി കൂടിയാണ്. പലപ്പോഴും ചില മതങ്ങളൊക്കെ ഉണ്ട്, ഈ എന്താണ് ആത്മപീഡനം നടത്തിയിട്ട് നൊയമ്പുകൾ എടുക്കുക, ശരീരത്ത് മുറിവേൽപ്പിക്കുക, എന്നിട്ട് കുറേ ദിവസം ആഹാരം കഴിക്കുക, കുറേ സമയം ആഹാരം കഴിക്കാതിരിക്കുക, പിന്നെ എല്ലാം കൂടെ കഴിക്കുക. ഇതിൽ സ്വാതന്ത്ര്യദിനം ഭയങ്കര സന്തോഷം, അല്ല രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും സന്തോഷം. തൊട്ട് തലേന്ന് ഈ പീഡനരീതി ഒരു മാസക്കിസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക. ഈ ഭീതി ദിനം എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു വാക്ക് തന്നെ വളരെ വീടായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു വല്ല പീസ് ഡേ എന്നോ അങ്ങനെ വല്ലതും ആയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിനൊരു സെമാൻറ്റിക്കലായിട്ട് കുറച്ചുകൂടെ ഒരു സാധ്യത വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ ഇപ്പൊ ഈ ജാതിപരമായ മതപരമായിട്ടുള്ള ഭിന്നതകൾ പലപ്പോഴും ഇന്നത്തെ പ്രശ്നം, ഇന്നുണ്ടാകുന്നൊരു പ്രശ്നം, ഇന്നിപ്പോൾ ഇവിടെ ഒരു വിഷയം വന്നു, ഒരു തോക്കിന്റെ വിഷയം വന്നു, അതിപ്പോൾ ഉണ്ടായ വിഷയം, ഇപ്പൊ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തത് വീണ്ടും തിരിച്ചു കയറ്റി. ഇതേപോലെ പണ്ട് നിലവിലിരുന്ന ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് രണ്ടുപേരിൽ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ കഴിയുന്നു, അല്ലെ ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നു എന്ന് വരുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ
ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭൂതകാലത്തിൻ്റെതായിട്ടുള്ള റീസൈക്ലിങ്ങിൽ വരുന്നതാണ് പല പരിഷ്കരണ നടപടികൾക്കും തടസ്സമായി തീരുന്നത്. കാരണം ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നല്ലോ, അവൻ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, നിന്റെ മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛനെ തല്ലിയിട്ടില്ലേ, ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി എടുത്തുകൊണ്ട് വരുന്നു, അത് ഓർക്കുന്നു. ഈ ഒരു ദിവസം ഓർത്താലും ഒരു വർഷം ഓർത്താലും ഈ ഭൂതകാലത്തിന്റെ അനുസ്മരണങ്ങൾ പലപ്പോഴും നമ്മുടെ വർത്തമാനകാലത്തെ കറുപ്പിച്ച് കളയാറുണ്ട്. അത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റിന് പലപ്പോഴും തടസ്സമായിട്ട് വരാറുണ്ട്. ഈ ഒരു വിഷയത്തിലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. 2021 അവർക്ക് ആ സമയം തോന്നി, ഓക്കെ, സമയം തോന്നിയതും അല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. അതുമൂലം ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, എതിർപ്പുകൾ, അങ്ങനെയാണെങ്കിൽ ചെയ്യാനുള്ളത് ഒരു കൂട്ടർ പറയുന്നത് ഞങ്ങൾ അനുസ്മരിക്കില്ലടാ ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, മറ്റൊരു കൂട്ടർ പറയുന്നു അത് അനുസ്മരിക്കേണ്ട, എന്തുകൊണ്ട് അനുസ്മരിച്ചുകൂടാ? ഇത് ഒരു ജനാധിപത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹാർമണി ഉണ്ടാക്കാനോ രഞ്ജിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാനുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബാബറി മസ്ജിദിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചില അനുസ്മരണങ്ങൾ നമ്മളിൽ ഭീതിയാണ് വീണ്ടും വീണ്ടും നിറയ്ക്കുന്നതെങ്കിൽ ആ ഭീതി നിറച്ച് ഭീതി ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അത് ഹോമിയോപ്പതിയിലും സാഹിത്യത്തിലും ഒക്കെ സാധാരണ ഇതിൽ പറയുന്ന ഒരു തത്വമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് അല്ല പുരോഗമന രാഷ്ട്രീയം, അതല്ല മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഉപസംഹാരത്തിന് വേണ്ടി ശ്രീജിത്ത് പണിക്കരെ ക്ഷണിക്കുന്നു. ഉപസംഹരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതിൽ നിന്ന് പുതുതായിട്ടുള്ള ഒരു വാദവുമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 1990 ശേഷം കഴിഞ്ഞ 35 വർഷത്തിൽ ഈ ലോകത്ത് 34 പുതിയ രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകും എന്നൊക്കെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ സഹസംവാദകൻ പറഞ്ഞതുകൊണ്ട് അതിലുണ്ടായിരുന്ന ബ്ലഡ് ഷെഡ് ഇല്ലാതെയാകുന്നില്ല. ചുരുങ്ങിയത് 25 ലക്ഷം പേരുടെ മരണമാണ് ഈ 34 രാജ്യങ്ങൾ രൂപീകരിക്കുന്ന സമയത്തുണ്ടായത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയുന്നതാണ് ചരിത്രപരമായിട്ടുള്ള നീതി എന്നതാണ് പ്രധാനം. ഈ റുവാണ്ടയിലെ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടുത്തെ ഗക്കാച്ച കോടതികളെ പറ്റി ഞാൻ പറഞ്ഞു. ഗച്ചാച്ച എന്നും പറയും. അതിലൊരു സ്ത്രീ പറയുന്നുണ്ട് അവരുടെ വേദന. അൽ ജസീറയുടെ യൂട്യൂബ് ചാനലിൽ അതുണ്ട്. അവരുടെ 2 വയസ്സ് മാത്രമുള്ള കുട്ടിയെയും കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വന്ന ഒരാൾ ഈ കുട്ടിയുടെ തലയിൽ വെട്ടി അതിനെ കൊല്ലുകയാണ്. പിന്നീട് ഈ കുട്ടിയുടേതടക്കം തലയോട്ടികൾ ഇപ്പോൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ആരാണ് തൻ്റെ കുട്ടിയെ കൊന്നത് എന്നറിയണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അവസാനം ഈ ഗച്ചാച്ച കോടതിയിൽ ഈ കൊന്നയാൾ വന്നിട്ട് ഈ സംഭവം നടന്നതിൽ ഞാനാണ് പിന്നിൽ നിന്ന് വന്ന് വെട്ടിയത് എന്ന് പറഞ്ഞവരോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഒരാളിന് മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ഗച്ചാച്ച കോടതികളുടെ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണ്, താല്പര്യമുള്ളവർ നോക്കേണ്ടതാണ്. എങ്ങനെയാണ് മനുഷ്യന് തൻ്റെ കുടുംബത്തിനോട്, തൻ്റെ ഉറ്റവരോട്, അങ്ങേയറ്റത്തെ കൊടിയ പാപം ചെയ്ത ആൾക്കാരോട് പോലും റിക്കൺസിലിയേഷൻ സാധ്യമാകുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്റർനാഷണലി തന്നെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന റുവാണ്ടയിലെ വൺനെസ് എന്നുള്ളവരുടെ ക്യാമ്പയിൻ. നേരത്തെ പറഞ്ഞിരുന്ന ബാബറി മസ്ജിദ് വിഷയത്തിലുള്ള പ്രശ്നവും അത് തന്നെയാണ്. അതിലെ അനുസ്മരണം നടത്തുന്നത് സ്റ്റേറ്റ് അല്ല. സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ റിക്കൺസിലിയേഷൻ സാധ്യമാകൂ. ഒരു ടേബിളിനപ്പുറവും ഇപ്പുറവും ഇരുന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യണം. പോളിസി കൊണ്ടുവരണമെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യണം. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യണം. അല്ലാതെ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസോ ഏതെങ്കിലും ഫ്രിഞ്ച് ഗ്രൂപ്പുകളോ രാഷ്ട്രീയക്കാരോ ഒന്നും തന്നെ ചെയ്താൽ റിക്കൺസിലിയേഷനോ എഡ്യൂക്കേഷനോ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വ്യത്യാസം യുക്തിചിന്തയോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചരിത്രപരമായിട്ടുള്ള ഓർമ്മകളെ, നമ്മൾ ആ മുറിവുകളെ ഇങ്ങനെ കുത്തിയിളക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. നോക്കൂ, ഇത് പഴയ മുറിവുകളെ കുത്തിയിളക്കുന്നതല്ല, മറിച്ച് ട്രീറ്റ് ചെയ്യപ്പെടാതെ പോയ, കരിയാതെ പോയ മുറിവുകൾ, അത് അവിടെ നിന്ന് വ്രണമായി, അത് പഴുത്ത്, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി, ആ അണുബാധ മറ്റുള്ളിടത്തേക്ക് പകരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റിക്കൺസിലിയേഷൻ വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ആചരണ ദിവസങ്ങൾ ഉണ്ടാകേണ്ടത്. അത് സയൻറ്റിഫിക് ആണ്,
അതേപോലെ തന്നെ ഇത് സൈക്കോളജിക്കലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സയൻറ്റിഫിക് ടെമ്പറിനെ മുൻനിർത്തി ലെറ്റ് എവിഡൻസ് ലീഡ് ദ വേ എന്ന് പറഞ്ഞ ഒരു ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള യുക്തിചിന്തകൻ, എനിക്ക് ഏറ്റവും ആദരവുള്ള ശ്രീ രവിചന്ദ്രൻ, ഈ കാര്യങ്ങളെ കേവലം ഒരു ഫാക്ട് ബേസ്ഡുമല്ലാതെ ഒരു ബ്ലാങ്കറ്റ് ഡിനയലിലേക്ക് പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള ഡിഫൻസ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത്. അത് കാണാതെ പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. അവസാനം പാർട്ടീഷൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടു പോയ ആൾക്കാർ, അവർക്ക് വേണ്ടത് നമ്മുടെ ആദരമാണ്. നമ്മുടെ ഓർമ്മയിൽ അവരുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ കേവലം റീത്ത് വെച്ച് പോയതിന് ശേഷം ഈ പരിപാടികളെല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഹിസ്റ്റോറിക്കൽ അംനേഷ്യ അവരർഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളും ചേർന്ന് ഇങ്ങനെ ഒരു കലാപം ഇവിടെ നടത്തിയെന്നും നിരപരാധികളായിട്ടുള്ള നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതും ചരിത്ര സംഭവമാണ്. അതാരെയെങ്കിലും വേദനിപ്പിക്കുമല്ലോ എന്ന് കരുതി അതിനെ മറന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നിട്ട് മതമായിരുന്നില്ല പ്രശ്നം, അന്ന് സാമ്പാറിൽ ഉപ്പ് കൂടിയതാണ് എന്ന രീതിയിലത്തേക്കുള്ള ലോജിക്കിലേക്ക് നമ്മൾ പോയാൽ അത് അങ്ങേയറ്റത്തെ അപകടമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന സമാന്ത പവർ പറഞ്ഞിരുന്ന അതേ കാര്യം ഇനി ഇങ്ങനെ ആരംഭിച്ചാൽ ഞാൻ അതിൽ നിന്ന് കണ്ണെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിയിരിക്കുകയില്ല. മറിച്ച് എൻ്റെ ശ്രദ്ധയും എൻ്റെ പ്രവൃത്തിയും എൻ്റെ കർമ്മവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് വിഭജന ഭീതി ദിനം ഈ വർഷം ഈ ദിവസവും ഇവിടെ ആചരിക്കാൻ ഒരു വേദി ഒരുക്കിയ എസൻസ് ഗ്ലോബലിന്, വളരെ സമാധാനത്തോടുകൂടി ഇതിൽ പങ്കെടുത്ത, പൂർണ്ണമായും സഹകരിച്ച, ഞങ്ങളെ കേട്ട നിങ്ങൾക്ക്, എൻ്റെ സഹസംവിധായകൻ ശ്രീ രവിചന്ദ്രൻ സാറിന്, മോഡറേറ്റർക്ക്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. തങ്ങളുടെ വാദങ്ങൾ വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും അവതരിപ്പിച്ച ശ്രീ ശ്രീജിത്ത് പണിക്കർക്കും ശ്രീ രവിചന്ദ്രനും സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഈ കേട്ടുനിന്ന ഇവരുടെ വാദങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടു. ഇത് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി നമ്മുടെ ചിന്തകളെ തീപിടിപ്പിക്കുകയും നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളൊരു കൃത്യമായ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു. രവിചന്ദ്രൻ സിക്ക് മെമന്റോ നൽകുന്നതിനായി ഡോക്ടർ ജയപ്രകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീജിത്ത് പണിക്കർക്ക് മെമന്റോ സമ്മാനിക്കുന്നതിനായി ഗിരീഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരീഷ് സംഘത്തിന് മെമന്റോ നൽകുന്നതിനായി ജോബോയ് തോംസണെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.